ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ള ആളുകൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നടുവേദനയെക്കുറിച്ചാണ്. ഒരുപാട് സംശയങ്ങൾ നടുവേദനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സാധാരണയായി നടുവേദന ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാമോ? ഈ നടുവേദന നമ്മൾ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒ പിയിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നടുവേദനയാണ്. അപ്പോൾ നടുവേദന കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയും. മെക്കാനിക്കൽ ബാക്ക് പെയിൻ ഉദ്ദേശിക്കുന്നത് നടുവിൻ്റെ ബാക്കിലുള്ള സ്ട്രക്ചേഴ്സ് കാരണം നമുക്കുണ്ടാകുന്ന വേദനയാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ. അതിന് ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇതുപോലെയാണ്. അതായത് നട്ടലിൻ്റെ ഭാഗത്ത് നമുക്ക് കശേരിക്കൽ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഡിസ്ക് ഉണ്ടാവും, അതിൻ്റെ പുറകിൽ ജോയിൻസ് ഉണ്ടാവും, ഇതിൻ്റെ ഡിസ്കിൻ്റെ പുറകിലായിട്ട് ഞരമ്പുകൾ ഉണ്ടാവും കാലിലേക്കുള്ള. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്ത് നമുക്ക് മസിൽസ് ഉണ്ടാവും. അതുപോലെ നട്ടലിൻ്റെയും ഈ ഇടുപ്പലിനെയും ജോയിൻ ചെയ്യുന്ന ജോയിൻസുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് നമ്മൾ നട്ടലിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാകുന്ന തേയ്മാനം കാരണവും അല്ല അതിൻ്റെ പരിക്കുകൾ കാരണം ഉണ്ടാകുന്ന പെയിനാണ് ഏറ്റവും കോമൺ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസ്കിൻ്റെ പ്രശ്നം തന്നെയാണ്. ഡിസ്കിൻ്റെ തേയ്മാനാവാം അല്ല ഡിസ്ക് തള്ളിയതാവാം. ഇത് രണ്ടും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കും. ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ള ആളുകൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നടുവേദനയെക്കുറിച്ചാണ്. ഒരുപാട് സംശയങ്ങൾ നടുവേദനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സാധാരണയായി നടുവേദന ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാമോ? ഈ നടുവേദന നമ്മൾ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒ പിയിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നടുവേദനയാണ്. അപ്പോൾ നടുവേദന കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയും. മെക്കാനിക്കൽ ബാക്ക് പെയിൻ ഉദ്ദേശിക്കുന്നത് നടുവിൻ്റെ ബാക്കിലുള്ള സ്ട്രക്ചേഴ്സ് കാരണം നമുക്കുണ്ടാകുന്ന വേദനയാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ. അതിന് ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇതുപോലെയാണ്. അതായത് നട്ടലിൻ്റെ ഭാഗത്ത് നമുക്ക് കശേരിക്കൽ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഡിസ്ക് ഉണ്ടാവും, അതിൻ്റെ പുറകിൽ ജോയിൻസ് ഉണ്ടാവും, ഇതിൻ്റെ ഡിസ്കിൻ്റെ പുറകിലായിട്ട് ഞരമ്പുകൾ ഉണ്ടാവും കാലിലേക്കുള്ള. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്ത് നമുക്ക് മസിൽസ് ഉണ്ടാവും. അതുപോലെ നട്ടലിൻ്റെയും ഈ ഇടുപ്പലിനെയും ജോയിൻ ചെയ്യുന്ന ജോയിൻസുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് നമ്മൾ നട്ടലിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാകുന്ന തേയ്മാനം കാരണവും അല്ല അതിൻ്റെ പരിക്കുകൾ കാരണം ഉണ്ടാകുന്ന പെയിനാണ് ഏറ്റവും കോമൺ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസ്കിൻ്റെ പ്രശ്നം തന്നെയാണ്. ഡിസ്കിൻ്റെ തേയ്മാനാവാം അല്ല ഡിസ്ക് തള്ളിയതാവാം. ഇത് രണ്ടും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ ജോയിൻറ്റിൻ്റെ തേയ്മാനം കൊണ്ടും അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ പരിക്കുകൾ കാരണവും പെയിൻ ഉണ്ടാക്കാം. ജസ്റ്റ് മസിൽ സ്പാസം കാരണം അല്ലെങ്കിൽ മസിൽസിൻ്റെ പേശികളുടെ പ്രശ്നങ്ങൾ കാരണം നടുവേദന ഉണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഈ ഇത്തരത്തിലെല്ലാം ഒരുമിച്ചാണ് നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്ക് വളരെ അപൂർവമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് വീണിട്ട് പരിക്ക് പറ്റി എല്ല് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്പോണ്ടിലോലിസ്ഥസിസ് എന്ന് പറയും. അതിൽ എല്ല് നീങ്ങിയത് കാരണം ബാക്ക് പെയിൻ വരാം. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അണുബാധയൊക്കെ വന്നിട്ട് നട്ടലിൻ്റെ ഭാഗത്ത് ഇൻഫെക്ഷനായിട്ട് വന്നിട്ട് ബാക്ക് പെയിൻ വരാം. അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായ ചില അസുഖങ്ങൾ ബാക്ക് പെയിൻ ഉണ്ടാക്കും. ഇതൊന്നും അല്ലാതെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള വേദന ചിലപ്പോൾ ബാക്കിലേക്ക് വരും. ഉദാഹരണത്തിന് ഇപ്പോൾ കിഡ്നിക്ക് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബാക്ക് പെയിൻ ആയിട്ട് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യും. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡിസ്ക് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള പെയിനുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നത്. ഡിസ്ക് സംബന്ധമായിട്ടുള്ള ബാക്ക് പെയിന് തേയ്മാനം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ 25 വയസ്സുള്ള ഒരാൾക്കും തേയ്മാനം ഉണ്ടാകുമോ? അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്കും? ഇത് സാധാരണ കാണില്ല. പലപ്പോഴും പേഷ്യൻ്റ് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് നമുക്ക് പേഷ്യൻ്റ് ചിലപ്പോൾ 25 വയസ്സായിട്ടുണ്ടാവുള്ളൂ, പക്ഷേ നല്ല നടുവേദന ആയിട്ടായിരിക്കും, കഴുത്തും വേദന ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ചുകൂടി കൂടുതൽ ഹിസ്റ്ററി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും ഇരിപ്പോ അല്ലെങ്കിൽ കഴുത്ത് കുനിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ ലാപ്ടോപ്പ് ആയിരിക്കും, ജോലിയുടെ ഭാഗമായിട്ട് അവർ ഡെസ്ക്ടോപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്ന, ഫോൺ ഓൺലൈൻ ഒരുപാട് മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ ആണ്. അപ്പോൾ അങ്ങനത്തെ ഭാഗമായിട്ട് സ്റ്റുഡൻസ് തന്നെ ഒരുപാട് ഇരുന്നിട്ട് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഡിസൈനിങ് ആൾക്കാർ, സ്റ്റിച്ചിങ് ആൾക്കാർ, ലേഡീസൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതൊരു ക്രോണിക്കലി ഡിസ്കിൻ്റെ ബൾജ് കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല. ഈ മസിൽസിൻ്റെ സ്റ്റിഫ്നെസ് കൊണ്ടും ചുറ്റുമുള്ള ആ ഒരു ലിഗമെൻസിൻ്റെ ഒക്കെ ലാക്സിറ്റിയോ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ചെറിയ ചെറിയ ഹെർണിയേഷൻസും ബൾജസും ഒക്കെ ഉണ്ടാവാം. അവർക്ക് തേയ്മാനം എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ആ ഒരു സ്ട്രെയിൻ, റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രെയിൻ അവർ വരുന്നതുകൊണ്ട് എന്നാലും പ്രോപ്പർ എക്സസൈസോ സ്ട്രെച്ചിങ്ങോ വാക്കിങ്ങോ ഒന്നും ചെയ്യാതെ ഒരു സെഡൻറ്ററി ആയിട്ടും ചെയ്യുന്നവർക്കും ഇതൊക്കെ ഉണ്ടാവും. അതിലിപ്പോൾ ഈ തേയ്മാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ തേയ്മാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മുട്ടിൻ്റെ തേയ്മാനമൊക്കെ പറയുന്ന പോലെ അതൊക്കെ പ്രായമുള്ള ആൾക്കാർക്കല്ലേ വരിക. ഇതെന്താ ഡിസ്കിന് തേയ്മാനത്തിൽ 25-ാമത്തെ വയസ്സിൽ എങ്ങനെ ഡിസ്കിന് തേയ്മാനം വരുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും വരുന്ന സംഭവം അതാണ്. അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഈ ജോയിൻസിൻ്റെ തേയ്മാനമൊക്കെ സാധാരണ പ്രായത്തിലാണ് വരിക. അതായത് 40, 50, 60 വയസ്സൊക്കെ ആകുന്ന സമയത്താണ് വരാറ്. പക്ഷേ ഡിസ്കിൻ്റെ കാര്യത്തിൽ തേയ്മാനം എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറയുകയും അതിന് ചുറ്റുമുള്ള അതിൻ്റെ സ്ട്രക്ചർ, അതായത് നമ്മളൊരു ആൻലസ് ഫൈബ്രോസ് എന്ന സാധനമുണ്ട്, ഒരു റിങ് പോലത്തെ സാധനം, അതിന് ചെറിയൊരു ഡാമേജ് പറ്റുന്നതിനാണ് ശരിക്കും ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത്. ഡിസ്കിൻ്റെ തേയ്മാനം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ
ആനലസ് ഫൈബ്രോസിന് ചെറിയൊരു പരിക്ക് പറ്റുക, അതിനുള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രായത്തിന് ഇതില്ല. നമ്മൾ ചെറിയ പ്രായത്തിന് 20 വയസ്സിൽ തന്നെ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ആനലസിൻ്റെ ചെറിയ ആനലാർ ടയർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് പറയുന്ന പോലെ മുട്ടിൻ്റെ തേയ്മാനം പോലെ ആ സെയിം കാര്യമല്ല, അത് രണ്ടും വ്യത്യാസമുണ്ട് ശരിക്കും. അതുപോലെ ഈ യങ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ ഇപ്പോൾ കൂടുതൽ ഫീമെയിൽസ് ആണ് വരുന്നതെങ്കിലും അവർക്ക് ഈ ഡിസ്ക് മാത്രമായിരിക്കില്ല, സൈഡിലുള്ള SI ജോയിൻ എന്ന് പറഞ്ഞ സംഭവം, അതായത് സാക്രോയിലിയക് ജോയിൻറ്റ്, നമ്മളെ ഇടുപ്പല്ലിനെയും നട്ടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ജോയിൻറ്റ്. കുറച്ചൊരു ഒബീസിറ്റി കൂടുക അല്ലെങ്കിൽ പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഒക്കെ ആയിട്ട് ഈ ഒരു പെയിൻ വരാറുണ്ട്. ചിലപ്പോൾ അത് താൽക്കാലികമായിട്ടായിരിക്കും വന്ന് അങ്ങ് പോകുന്നുണ്ട്, പക്ഷെ അതങ്ങ് സ്റ്റാഗ്നൻ്റായി നിൽക്കുമ്പോൾ ഈ ഒരു പെയിൻ അങ്ങ് പെർസിസ്റ്റ് ചെയ്ത് ബാക്കിൽ തൊട്ട് നടുവിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ഒരു പെയിനും വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സാക്റ്റ് ഒരു കോസ് ഉണ്ടാവും, ചിലപ്പോൾ എല്ലാം ഡിസ്കിൻ്റെ ഹെർണിയേഷൻസോ അല്ലെങ്കിൽ ഡിസ്ബൾജോ ആയിക്കോളും. അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പെയിന് വരുമ്പോൾ നടുവിന് വരുമ്പോൾ നമ്മൾ ഒരു MRI എടുത്തു, അതിൽ ഡിസ്ക് കണ്ടു, അപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നമാണ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെയും നടുവിനൊക്കെ ഒരു കാരണം ഉണ്ടാവും, ഒരു പെയിൻ ജനറേറ്റർ ഉണ്ടാവും. പെയിൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ ജോയിൻ്റ് ആയിരിക്കും, ചിലപ്പോൾ മസിലായിരിക്കും, ചിലപ്പോൾ ഡിസ്ക് ആയിരിക്കും, പലതും ആവാം. അപ്പോൾ അത് നമ്മൾ ശരിക്കും രോഗീനെ പരിശോധിച്ച് കൃത്യമായിട്ട് അസസ് ചെയ്ത് ഹിസ്റ്ററിയും എക്സാമിനേഷനും കഴിയുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. പലപ്പോഴും MRI വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോയാൽ കാര്യം തെറ്റ് പറ്റും. കാരണം വെച്ചാൽ MRIയിൽ ഡിസ്ക് ബൾജ് ഉണ്ടാവും, അത് ചിലപ്പോൾ ഇതൊരു ബന്ധം ഉണ്ടാവില്ല, ഈ രോഗിയുടെ വേദനയായിട്ട് അതിന് ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നടുവേദന ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രോഗീനെ പരിശോധിച്ചിട്ട് അവർ തീരുമാനമാക്കിയതിന് ശേഷം മാത്രമേ MRIയിലേക്ക് എക്സ്റേയിലേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ആ രീതിയിലാണ്. ഇനി അടുത്ത ചോദ്യം, സാധാരണ ഡിസ്ക് ബൾജ് വരുമ്പോൾ ബാക്ക് പെയിൻ മാത്രമല്ലാതെ കാലിലേക്ക് വേദന, തരിപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പെയിൻ അല്ലാതെ ഡിസ്ക് ബൾജിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ആയിട്ടാണ് പേഷ്യൻസ് സാധാരണ വരാറ്? ബാക്ക് പെയിന് അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ നടുവിൻ്റെ മാത്രമായിട്ടുള്ളൊരു വേദന, ആക്സിയൽ ബാക്ക് പെയിൻ. പിന്നെ ഉള്ളത് റാഡിക്കുലോപ്പതി, അതായത് നടുവിന്ന് കാലിലേക്ക് വരുന്ന വേദന. നമ്മൾ സാധാരണഗതിയിൽ ലെമൻ പറയുന്നത് സയാറ്റിക്ക എന്ന് പറയും. അപ്പോൾ ഇതിനും ഓരോരോ കോസുകളുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ ഏറ്റവും കോമൺ കോസാണ് ഡിസ്ക് ബൾജ്, ഹെർണിയേറ്റഡ് ഡിസ്ക് എന്നൊക്കെ പറയുന്നത്. അതിൽ ഇനീഷ്യലി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു 2 ലെയർഡ് സ്ട്രക്ചർ, അത് ഉള്ളിൽ ജെൽ ടൈപ്പ് ഉണ്ടാവും, പുറമേ ഒരു ടഫായിട്ടുള്ള ആനുവസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഇതിൽ നോർമൽ ഡിസ്കിൽ ഇത് രണ്ടായിട്ട് തന്നെ നല്ല ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് നിൽക്കും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ, അതായത് ഈ പറഞ്ഞ പോലെ കുറേ നേരം ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രഷർ കൂടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ പുറമേയുള്ള ആ ആനുവസ് ഫൈബ്രോസിസ് ചെറുതായിട്ട് ചെറിയ വിള്ളലുകൾ വരും. ആ വിള്ളലുകൾ വരുന്നതാണ് നമ്മൾ MRIയിൽ നോക്കുമ്പോൾ ആനുലാർ ഫിഷർ എന്നൊക്കെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നടുവിന് മാത്രമായിട്ടായിരിക്കും വേദന ഉണ്ടാവാം. പക്ഷേ അവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ, എക്സസൈസ് ഒന്നും ചെയ്യാതെ സെഡൻറ്ററി ആയിട്ട് അങ്ങനെ ഇരുന്നിട്ട് തന്നെ ആ ഒരു പൊട്ട് വലുതാവുന്നു, ഉള്ളിലുള്ള ജെല്ല് പുറത്തേക്ക് ചാടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഇതിലുള്ള ആ ഒരു സ്ട്രക്ചർ പോലെ നമ്മളിങ്ങനെ ഇപ്പോൾ ഈ ആനുവസ് ഫൈബ്രോസിസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നമ്മളെ ബാക്കിലുള്ളത് കാലിലേക്ക് പോകുന്ന നാഡികളാണ്, നെർവ്സാണ്. അപ്പോൾ ഇതിൻ്റെ ആ പ്രഷർ കാരണം ഇങ്ങനെ പൊട്ടിയിട്ട് സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നടുവിന് മാത്രം വേദന ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാലിലേക്ക് പെയിൻ വരുന്നു. കാലിലേക്ക് തരിപ്പ്, കടച്ചിൽ, കാലെടുത്ത് പൊക്കാനുള്ള പ്രയാസം, ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ അവർ വേദന കാരണം ബുദ്ധിമുട്ടുണ്ട്. അതാണ് പെട്ടെന്ന് നമ്മൾ നടുവുളുക്കുക എന്നൊക്കെ പറയുന്നത് കണ്ടീഷൻ അതാണ്. അപ്പോൾ ഇതാണ് തുടക്കത്തിലെന്ന് വെച്ചാൽ കുറേ കാലം എന്ന് വെച്ചാൽ നടുവേനായിരിക്കും. നടുവിനെ തേയ്മാനുള്ള സമയത്ത്, അല്ലെങ്കിൽ ഈ ആനുലാർ ടയറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് കാലത്ത് ഇങ്ങനെ കുറേ നടുവേന മാത്രം. അതും പലപ്പോഴും പല ആൾക്കാർക്കും തുടങ്ങുകയെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇപ്പോൾ ഇന്ന് പെട്ടെന്നൊരു സാധനം ഒന്ന് കുനിഞ്ഞിട്ട് എടുത്തു, നടുവുളുക്കി, 2 ദിവസം റെസ്റ്റ് എടുത്തു, ചൂട് പിടിച്ചു, അത് മാറി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, 1 മാസം കഴിഞ്ഞിട്ട് പിന്നെയും വേറെ എന്തെങ്കിലും ചെയ്തപ്പോൾ നടുവുളുക്കി, അങ്ങനെ കുറച്ച് കാലം പോകും. അതിനുശേഷം പിന്നെ കുറച്ച് സ്ഥിരമായിട്ട് നടുവേനുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. എല്ലാ ദിവസവും നടുവേന, രാവിലെ എണീറ്റ് വരുമ്പോൾ നടുവേന, ആ രീതിയിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഡിസ്കിന് തേയ്മാനാണ് ശരിക്കും. ആ ഡിസ്കിൻ്റെ ആനുലാർ ടയറും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് പുറത്തേക്ക് ചാടി. അപ്പോഴാണ് നമ്മൾ ഹെർണിയേറ്റഡ് ഡിസ്ക്, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ്, അല്ലെങ്കിൽ ഡിസ്ക് പൊട്ടൂഷൻ എന്നൊക്കെ പറയുന്നത് ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് സംഭവിക്കുക, ഈ ഡിസ്കിൻ്റെ നേരെ പുറകിൽ കാലിലേക്കുള്ള ഞരമ്പുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്താണ് കാലിലേക്ക് വേദന ഇറങ്ങുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അത് കാലിലേക്ക് വേദന ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവില്ല. കാരണം ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടി വരുന്ന സമയത്ത് ബാക്ക് പെയിൻ നല്ല പോലെ ഉണ്ടാവും. അത് പൊട്ടി അതിനുള്ളിലുള്ള സാധനം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നടുവേദന പോയി കാലിലേക്ക് വേദന ഇറങ്ങും. അപ്പോൾ പലപ്പോഴും ആൾക്ക് പിന്നെ വരുമ്പോൾ കാലിൽ മാത്രമേ പെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണ് നിങ്ങൾ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എനിക്ക് നടുവേദന മാറിയല്ലോ, അപ്പോൾ ഇത്രയും കാലം എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് നടുവേദന ഇല്ല, അപ്പോൾ ഇപ്പോൾ എനിക്ക് കാലിൽ മാത്രമേ പെയിൻ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ കാലിലേക്ക് മാത്രം വരാനുള്ള കാരണം, ഡിസ്ക് അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ പോയി, അത് പൊട്ടി പുറത്തേക്ക് ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയുകൊണ്ടാണ് നമുക്ക് കാലിലേക്ക് വേദന വരുന്നത്. അങ്ങനെയാണ് സംഭവം. യൂഷ്വലി ഒരു ഹെർണിയേറ്റഡ് ഡിസ്കിൻ്റെ ഒരു പിക്ചർ അങ്ങനെയാണ് വരാറ്. ഇനി കാലിലേക്ക് വേദന എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ചില ആളുകൾക്ക് ഷുഗറൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിലെ രക്തക്കുഴലുകളിലേക്ക് ബ്ലോക്ക് വന്നിട്ട് സിവിയർ പെയിൻ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് നടക്കുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആവുക നിൽക്കുക. അപ്പോൾ ഇതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും? ഇത് ഡിസ്ക് ബൾജിൻ്റെ പെയിൻ ആണോ, അല്ലെങ്കിൽ ഈ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് അതായത് വെസലിലുള്ള ഡിസീസാണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? കൂടുതലും നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. അതായത് രോഗി നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു ക്ലൂ കിട്ടും. നല്ല ഡയബറ്റിക് ആയിട്ടുള്ള, അതായത് നല്ല ഷുഗർ ഉണ്ട്, പല പ്രാവശ്യം HbA1c ഒക്കെ 8, 9, 10 മുകളിലൊക്കെ പോയിട്ടുണ്ട്, രണ്ട് കാലം ഒരുപോലെ തരിപ്പ്, അതായത് ഒരു സോക്സ് ഇട്ട പോലെ, അതായത് ഗ്ലോ ആൻഡ് സ്റ്റോക്സ് ഇതാണല്ലോ പറയാം, സോക്സ് ഇട്ട പോലത്തെ ആ ഭാഗത്താണ് പെയിന്, തരിപ്പ്, കടച്ചിൽ, നടക്കുമ്പോൾ ഒക്കെ കാല് തെറ്റിപ്പോകുന്നു, ഒരു സ്റ്റെഡിനെസ് കിട്ടുന്നില്ല, ലോങ് ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതിയിലോട്ടാണ് ചിന്ത കൂടുതൽ പോകേണ്ടത്. പക്ഷേ അവർക്ക് ഹെർണിയ ഡിസ്ക് വന്നുകൂടായികയില്ല. പക്ഷേ ഹെർണിയ ഡിസ്ക് പറയുന്ന പോലെ നടുവെന്നൊരു കൃത്യമായ ഒരു ഡെർമറ്റോമൽ പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ അത് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കും കൂടെ നോക്കണം. ഇനി അതല്ല, പ്രത്യേകിച്ചൊരു ബാക്ക് പെയിൻ ഹിസ്റ്ററി ഒന്നുമില്ല, MRI നോർമലാണ്, പക്ഷേ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ്. ഒരു വേദനയുടെ സ്വഭാവം വ്യത്യാസം ഉണ്ടാകും. കാരണം വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ ന്യൂറോപ്പതി കാരണമുള്ള പെയിൻ ആണെങ്കിൽ ഒരു പുകച്ചിൽ, നല്ല പുകച്ചിലുള്ള വേദന, മുളകരച്ച് തേച്ച ഒരു ഫീലിംഗ്, അതിൻ്റെ കൂടെ തരിപ്പും ഇതൊക്കെ ഉണ്ടാകും. അത് രണ്ട് സൈഡിലും ഉണ്ടാകും മിക്കപ്പോഴും, രണ്ട് കാലും ഒരുപോലെ ഉണ്ടാവും. പക്ഷേ ഡിസ്ക് സംബന്ധമായ പെയിൻ സാധാരണ ഒരു സൈഡിലുണ്ടാവുക, ആ ഒരു നടുവിൽ ഒരു കാലിലേക്ക് ഇറങ്ങുന്നു. അത് കൂടുതൽ ആക്ടിവിറ്റീസിലുണ്ടാവുക. അതായത് നമ്മളിപ്പോൾ കുറച്ചൊരു ഇരിക്കുക, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യുക, മുന്നോട്ട് കുനിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുക, അങ്ങനത്തെ സമയത്ത് ഈ ഡിസ്കിൻ്റെ പെയിൻ കൂടും. പക്ഷേ ഡയബറ്റിക് ന്യൂറോപ്പതി ആണെങ്കിൽ രാത്രി കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, നമ്മൾ റെസ്റ്റ് എടുത്ത് ഒന്നും ചെയ്യാതെ കിടക്കുമ്പോഴാണ് ഈ പെയിൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള കംപ്ലയിൻ്റാണ് കൂടുതലും ന്യൂറോപ്പതിക് പെയിൻ ഉണ്ടാവുക. പക്ഷേ ഡിസ്ക് സംബന്ധമായ പെയിൻ ആണെങ്കിൽ പകൽ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ, കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് അന്നേരം പെയിൻ ഉണ്ടാവും. അപ്പോൾ രാത്രി റെസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയാണ് യൂഷ്വലി ഒരു ഇത് തമ്മിലുള്ളൊരു ഡിഫറൻഷിയേഷൻ നമുക്ക് വരിക. അങ്ങനെയാണ്. ഇനി അടുത്ത് ചില ആളുകൾ, ഡിസ്ക് ബൾജുള്ള ചില ആളുകൾ പറയും അവർക്ക് കാലിൻ്റെ വലത്തെ സൈഡിലേക്ക് പെയിൻ ഉണ്ട് പറയും. ചില ആളുകൾ പുറകിലേക്ക് വേദന ഉണ്ട് പറയും. ചില ആളുകൾ പറയും കാലിൻ്റെ താഴെ ഭാഗത്തേക്കാണ് പെയിൻ. അപ്പോൾ ഡിസ്ക് ബൾജ് എല്ലാം ഒന്നല്ലേ, എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങളല്ലേ ഉണ്ട്. ഇതെന്തുകൊണ്ട് എങ്ങനെ ഒരു ഡിഫറൻസ്? അത് ഡിസ്ക് എവിടെ തള്ളിയിരിക്കുന്നു എന്നനുസരിച്ച്. അതായത് നമുക്കറിയാം നട്ടെല്ലിൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടുവേദനയാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് ലെമ്പാർ ലെവൽ, ഏറ്റവും അവസാനത്തെ വെർട്ടിബ്രൻ്റെ പേരാണ് ലെമ്പാർ വെർട്ടിബ്ര, ഇതിന് താഴെയുള്ളതാണ് പിന്നെ കോക്സിക്സും സാക്രോ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ലെമ്പാർ വെർട്ടിബ്രയിൽ തന്നെ 4ാമത്തെയും 5ാമത്തെയും വെർട്ടിബ്രൻ്റെ ഉള്ളിലുള്ള ഡിസ്ക്കാണ് കൂടുതൽ ഹെർണിയേഷൻ വരുന്നത്. പിന്നെ വരുന്നതാണ് L5S1, അതായത് തൊട്ട് താഴെയുള്ള. അപ്പോൾ ഇത് L4 L5 ആണ് തള്ളിയതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഞരമ്പ് മാത്രമേ ബാധിക്കുകയുള്ളൂ. അതായത് ചിലപ്പം കാലിൻ്റെ ഈ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ സൈഡിൽ കൂടെ വന്നിട്ട് ആ ഒരു തുടേൻ്റെ ബാക്കിലേക്കും അല്ലെങ്കിൽ കാഫിൻ്റെ സൈഡിലേക്കായിരിക്കും L5 ഡിസ്ട്രിബ്യൂഷൻ. ഇനി തൊട്ട് താഴെയുള്ള ഡിസ്ക്കാണ് ഹെർണിയേഷൻ വന്നതെങ്കിൽ കാലിൻ്റെ പിറകിൽ കൂടെ ആയിരിക്കും S1, പിറകിൽ കൂടെ വന്ന് കാൽപാദത്തിൻ്റെ അടിയിലേക്ക് വരും. അവർക്കും ഇപ്പം നമ്മൾ കുറച്ച് ക്ലിനിക്കൽ ടെസ്റ്റുകളൊക്കെ നടത്തിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എവിടെയാണ് പത്തോളജിക്കൽ സൈറ്റ് എന്ന് മനസ്സിലാവും. ഡിസ്ക് തന്നെ ഒരു ഡിസ്ക് അല്ല, ഓരോ ലെവലിൽ ഓരോ, അപ്പോൾ L1 മുതൽ L1 L2 ഒരു ഡിസ്ക് ഉണ്ടാവും, L2 L3 വേറെ ഡിസ്ക് ഉണ്ടാവും, അങ്ങനെ നമ്മൾ L5S1 വരെ ഓരോ ഡിസ്ക് ഉണ്ടാവും നട്ടലിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഏത് ഭാഗത്തുള്ള ഡിസ്ക്കാണ് തള്ളിയത്, ഏത് സൈഡിലാണ് തള്ളിയത് എന്നനുസരിച്ച് അതിൻ്റെ പുറകുള്ള ഞരമ്പിന് മാത്രം പ്രശ്നം വരുള്ളൂ. അപ്പോൾ L2 L3 ലെവലിൽ തള്ളിക്കഴിഞ്ഞാൽ L3 നെർവിന് മാത്രമേ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തൊടേൻ്റെ മുന്നിലേക്കാണ് വേദന വരിക. അപ്പോൾ നേരെ മറിച്ച് L5S1 ആണെങ്കിൽ കാലിൻ്റെ പുറകിലേക്കാണ് വേദന വരിക. അപ്പോൾ അത് അതിനനുസരിച്ചാണ് നമ്മൾ വ്യത്യാസം. പ്രത്യേകിച്ച് അവർക്കൊരു പാറ്റേൺ പറയാൻ പറ്റില്ല. കാല് മൊത്തത്തിലാണ് കടച്ചിൽ, കാലിൻ്റെ മുൻവശത്ത് ചിലപ്പോൾ ഉണ്ടാവും, കാലിൻ്റെ ബാക്കിൽ ഉണ്ടാവും, മൊത്തത്തിലൊരു കടച്ചിൽ വരുന്നതാണ്. ചിലപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് അവർക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ആ മസിൽസിൻ്റെ സ്റ്റിഫ്നെസ് കൊണ്ട് വരും. അതായത് നമ്മൾ ബട്ടക്സിൻ്റെ ബാക്കിലുള്ള പൈറോഫോമസ്, ഗ്ലൂട്ടൽ മസിൽസൊക്കെ കുറേ കാലമായിട്ട് സ്റ്റിഫായി നിന്ന ആൾക്കാർക്കാണെങ്കിൽ കാല് മൊത്തത്തിലൊരു കടച്ചിലായിരിക്കും. അതാണ് ഇപ്പോൾ ഡെർമറ്റോമൽ നോൺ ഡെർമറ്റോമൽ രണ്ട് സംഭവം ഉണ്ട്. അതായത് ഒറ്റ ലൈനിൽ വേദന പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് സൈഡ് കൂടെ ഒരു ലൈനിൽ പോയി പുറകോടി വരെ വരുന്ന രീതിയിൽ അതൊരു ഒറ്റ ഞരമ്പിൻ്റെ രീതിയിലാണ്. നേരെ മറിച്ച് കാല് മൊത്തം വേദന. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ശരിക്കും ഡിസ്കിനേക്കാളും കൂടുതൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ അതിന് കൂടുതൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഡിസ്ക് ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ അതിന് കൂടുതൽ മസിൽസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും കൂടി ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് മൊത്തത്തിൽ വേദന വരിക. അല്ലെങ്കിൽ സാധാരണ ഈ ഡിസ്ക് ഹെർണിയേഷൻ കാരണം ഉണ്ടാകുന്ന പെയിൻ ഏതെങ്കിലും ഒരു ഞരമ്പിൻ്റെ ഭാഗത്തേക്കാണ് കൂടുതലായിട്ട്. പിന്നെ നമുക്ക് കൺഫ്യൂസിങ് വരുന്നത് എന്താ വെച്ചാൽ അവർ ഇപ്പോൾ എവിടെയെങ്കിലും MRI എടുത്തിട്ടായിരിക്കും വരിക, എനിക്ക് L4 L5 ഡിസ്ക് പ്രശ്നമുണ്ട് എന്നായിരിക്കും പറഞ്ഞു വരിക. പക്ഷേ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊന്നും ചിലപ്പം ആ ഒരു ഡെർമറ്റോമ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവരെ കോസ് അതല്ല, MRI മാത്രം നോക്കിയിട്ട് നമ്മളൊരാളെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി അടുത്തത് നമ്മൾ ഡിസ്ക് ബൾജ്, നമ്മൾ പ്രസവത്തിന് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമല്ലോ, നട്ടലിന് തരിപ്പിക്കും, സബറക്നോയിഡ് ബ്ലോക്ക്, സ്പൈനൽ അനസ്തേസിയ കൊടുക്കും. അപ്പോൾ കുറേ ആളുകൾ വരും നമ്മുടെ അടുത്ത് പ്രസവം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം വളരെ പെയിനാണ്, ബാക്ക് പെയിനാണ്, അനസ്തെറ്റിസ്റ്റ് എന്തോ ചെയ്തു, പ്രശ്നമാണല്ലോ, എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അതായത് നമുക്ക്
നട്ടലിന് ആ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള common ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ആണ്. ഗർഭപാത്രം ഹിസ്റ്ററക്ടമി ചെയ്തതിനു ശേഷമാണ് എൻ്റെ എല്ലാ അസുഖവും തുടങ്ങിയത്. ബേസിക്കലി അതിൽ കൂടുതൽ നടക്കുന്ന സംഭവം വെച്ചാൽ നമുക്ക് ഈ പ്രഗ്നൻസിക്ക് ശേഷം പ്രഗ്നൻസിയിൽ ഒരുപാട് ചേഞ്ചസ് ശരീരത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് പ്രഗ്നൻസി. കാരണം നമ്മളെ ലിഗമെൻറ്റ്സ് ഒക്കെ ലാക്സ് ആവുകയും ആ കുട്ടീനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മസിൽസ് എല്ലാം വീക്ക് കുറച്ചൊന്ന് ലൂസാവും. എന്നിട്ടാണ് ആ ഒരു പെൽവിസ് അകന്നിട്ട് അങ്ങനെയാണ് കുട്ടീനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പ്രസവത്തിന് ശേഷം തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകിൽ ചിലപ്പോൾ സിസേറിയൻ ആയിരിക്കും. സിസേറിയൻ ആണെങ്കിൽ നമ്മൾ വയറിൻ്റെ ഭാഗം താഴെ ഭാഗം കട്ട് ചെയ്ത് പിന്നെ കുറച്ച് വയറ് ചാടി പിന്നെ അതിന് പ്രസവ രക്ഷ കഴിയുമ്പോഴേക്കും കുറച്ച് വെയിറ്റ് ഒക്കെ കൂടി. അപ്പോൾ മുമ്പുള്ള പ്രസവത്തിന് മുന്നേ ഉള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വെയിറ്റ് കൂടുകയും മസിൽസൊക്കെ വീക്കാകുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടുവിന് വേദന വരുന്നത്. അപ്പോൾ നട്ടെല്ലാം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന വയറിൻ്റെ മസിലും ബാക്കിലത്തെ മസിൽസ് എല്ലാം കൂടിയിട്ടാണ് നട്ടെല്ലാം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. ആ സപ്പോർട്ട് പോയത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും വെയിറ്റ് കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണ് മസിൽ വീക്കാകുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഇഞ്ചക്ഷൻ. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു 2 കശേരുകൾക്കിടയിലൂടെ വളരെ നേരിയ ഒരു നീഡിൽ കയറിപ്പോയി എന്നല്ലാതെ അത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഡിസ്കിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഈ മസിൽസിൻ്റെ പെയിനും ഉണ്ടാക്കാൻ ഒരു കാരണമാകുന്നില്ല. നമ്മൾ പലപ്പോഴും കോറിലേറ്റ് ചെയ്താണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം കൂടി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ കാരണം ശരിക്കും മറ്റുള്ള കാര്യങ്ങളാണ്. ഈ വെയിറ്റ് ഗെയിനും മറ്റുള്ള എക്സസൈസ് ഇല്ലായ്മയും അതുപോലെ തന്നെ നമ്മളെ ഈ ലിഗമെൻസിൻ്റെ ലാക്സിറ്റിയൊക്കെയാണ് പെയിൻ ഉണ്ടാക്കുന്നത്. ശരി, ഇനി അടുത്ത ചോദ്യം. നമ്മൾ സാധാരണ ഒരു അറ്റാക്ക് വേദന വന്നു കഴിഞ്ഞാൽ, നെഞ്ഞുവേദന വന്നു കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിൽ എത്തും, ആൻജിയോഗ്രാം ചെയ്യും, ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. പക്ഷേ മിക്ക ആളുകളും ഈ ബാക്ക് പെയിന് ചികിത്സ അങ്ങനെ എടുക്കാറില്ല. അത് സ്ഥിരമുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകും. പക്ഷേ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട തരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ മാറി മറിയോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? പെട്ടെന്ന് എത്തിക്കേണ്ടതായിട്ടോ പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മളൊരു ഡോക്ടറിനെ കാണിക്കേണ്ടത് എമർജൻസി ആയിട്ട് കാണിക്കേണ്ടത് എന്തെങ്കിലും ലക്ഷണങ്ങൾ ബാക്ക് പെയിനിലുണ്ടോ? അതിൽ കൂടുതലും ഈ പറയുന്നത് റെഡ് ഫ്ലാഗ്സ് ആണ്. അതായത് നമ്മൾ യൂഷ്വലി ഒരു ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നടുവേദന വന്നു കുറച്ച് ദിവസം ഒന്ന് കിടപ്പിലായോ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലപ്പോഴും പോയി കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. റെസ്റ്റ് എടുത്താൽ മാറുന്ന വേദനകളാണ് ഒരു 60% പക്ഷേ ആ രോഗിയുടെ ലക്ഷണങ്ങളും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും ആ സമയത്തുണ്ടായ ചേഞ്ചസും വെച്ചിട്ട് നമുക്ക് ഏകദേശം പറയാൻ സാധിക്കും. ഒരു 18 വയസ്സിന് താഴെയാണ് ഈ ഒരു ഹിസ്റ്ററി എങ്കിൽ ഒന്ന് അലേർട്ട് ആവണം. അപ്പോൾ അവരൊന്ന് നേരത്തെ പോയി കണ്ട് ഒന്ന് MRI അല്ലെങ്കിൽ എക്സ്റേ ഒന്ന് ഡോക്ടറെ പോയി ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ആ ഒരു ഏജ് അല്ലല്ലോ, പെട്ടെന്ന് ബൾജ് ചെയ്യേണ്ട ഒരു ഏജ് അല്ല. പിന്നെ ഉള്ളത് ഒരു 70+ അല്ലെങ്കിൽ ഒരു 60+ കഴിഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്നൊരു നടുവേദന വന്ന് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്തെങ്കിലും ഒരു മാലിഗ്നൻസിയോ അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായ വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഓൺഗോയിങ് ഇൻഫെക്ഷൻ വന്നിട്ട് പെട്ടെന്നൊരു നടുവേദന വന്നു അങ്ങനെ പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി കുറേ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു നടുവേദന. അപ്പോൾ നമ്മളൊരു സെക്കൻഡായി വേണം അതിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം എന്നുള്ളത്. പിന്നെ വരുന്നതാണ് കാലിലേക്ക് ഒരു പെട്ടെന്ന് പുകച്ചിൽ പോലെ വേദന വരുന്നു, കാലെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല, വിരലുകളൊന്നും അനക്കാൻ പറ്റുന്നില്ല, നടത്തം തീരെ പറ്റുന്നില്ല. അതും ബാക്ക് പെയിനോടും വരും. പക്ഷേ ഒരു പ്രോഗ്രസീവായിട്ടുള്ള നെർവിന് ഡാമേജ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് MRI എടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്തായിട്ടുണ്ട്. പിന്നെ പനി വരിക, ഇത് ഈ ബാക്ക് പെയിൻ്റെ കൂട്ടത്തിൽ തന്നെ ശരീരം മൊത്തത്തിൽ ഒരു വിറയിൽ വരുന്ന പോലെ പനിയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട്. അത് ബേസിക്കലി 4 കാരണങ്ങളാണ് നമുക്ക് പേടിക്കേണ്ട സംഭവങ്ങളെന്നല്ല. ഒന്ന് ഇൻഫെക്ഷൻ ആണോ, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എല്ല് പൊട്ടിയിട്ടുണ്ടോ, പിന്നെ വീഴ്ചയോട് കൂടിയാണ് ഈ വേദന വന്നത്. കോഡായിക്യുന സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് കാല് രണ്ടും തളർന്നു പോകുക അല്ലെങ്കിൽ വയറ്റുന്ന മൂത്രമൊക്കെ അറിയാതെ പോകുന്ന ഒരു അവസ്ഥ, അതാണ് കോഡായിക്യുന സിൻഡ്രോം എന്ന് പറയുന്നതാണ്. ഈ 4 സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫെക്ഷൻ ആണെങ്കിൽ പനി ഉണ്ടാവും, വിറയിൽ പനിയും കുളിരും വിറയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിനെ കൂടുതൽ നടുവേദന ഉണ്ടാവും. അല്ലെങ്കിൽ മുമ്പ് ഇങ്ങനെ ഈ എന്താ പറയുക ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ, ഡയബറ്റീസ് ഭയങ്കര അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ ഈ ചില മരുന്നുകൾ ഇപ്പോൾ ഈ ഭാഗത്തിനൊക്കെ മരുന്ന് സ്ഥിരമായിട്ട് മെത്തോട്രെക്സൈഡ് പോലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു നടുവേദന വരുന്ന സമയത്ത് പനീൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ നമ്മൾ ഇൻഫെക്ഷൻ സസ്പെക്റ്റ് ചെയ്യണം. അതല്ലാതെ നമുക്ക് രാത്രി കിടന്നാലും റെസ്റ്റ് എടുത്താലും മാറാത്ത രീതിയിലുള്ള അസഹനീയമായ വേദന, നമ്മൾ റെസ്റ്റ് എടുത്ത് പെയിൻകില്ലർ എടുത്തിട്ട് മാറാത്ത രീതിയിലുള്ള അസഹനീയമായ വേദന, അതും ഇൻഫെക്ഷനോ മാലിഗ്നൻസിയോ വരുമ്പോഴാണ് അല്ലെങ്കിൽ ക്യാൻസർ വരുമ്പോഴാണ് അത്തരത്തിലുള്ള പെയിൻ വരിക. അല്ലെങ്കിൽ പെട്ടെന്ന് പ്രായം കൂടിയ ആൾക്കാർക്ക് പെട്ടെന്നൊരു നടുവേദന, ഒന്നുമില്ല തുമ്മിയോ അല്ലെങ്കിൽ കാല് സ്ലിപ്പായി അപ്പോൾ പെട്ടെന്നൊരു നടുവേദന, അപ്പോൾ മിക്കവാറും എല്ല് പൊട്ടിയതായിരിക്കും. അപ്പോൾ ആ അവർക്ക് ചിലപ്പോൾ വീഴണമെന്നില്ല, ചിലപ്പോൾ വീഴാൻ പോയതിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രായം കൂടിയ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു പെയിൻ വന്നാൽ എക്സ്റേ എടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ചിലപ്പോൾ അത് ഈ ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചർ ആയിരിക്കും, അത് ഈ എല്ലിന് ബലം കുറഞ്ഞിട്ട് എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മാലിഗ്നൻസി ഇൻഫെക്ഷൻ ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതൊരു നടുവേദന വന്നു വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എക്സ്റേ എടുക്കുക MRI എടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ എക്സ്റേ എടുക്കുന്ന രോഗിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ശരിക്കും ഒരു 6 ആഴ്ച വരെ
ഒരു എക്സ്റേ MRI ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ മിക്ക ഒരു 90% ബാക്ക് പെയിനും 6 വീക്സ് കൊണ്ട് മാറുന്നതാണ് കണക്ക്. അപ്പോൾ അത് ഒരു അനുഗ്രഹമാണ്. കാരണം വെച്ചാൽ ബാക്ക് പെയിന് മിക്ക ആൾക്കാർക്കും കുറച്ച് റെസ്റ്റ് എടുത്ത് ചൂട് പിടിച്ച് കാരണം തൈലമൊക്കെ പുരട്ടിയാൽ മാറി. അപ്പോൾ വലിയ പ്രശ്നമില്ല. പിന്നെ ചിലപ്പോൾ കുറച്ച് പിന്നെയും വരാം സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും മിക്ക ആൾക്കാർക്കും മാറും. അത് വേറെ പ്രശ്നമുള്ള സംഭവമല്ല, മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിന് എക്സ്റേ MRI ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടെങ്കിൽ സസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് നമ്മൾ കാണിക്കണം. എക്സ്റേ MRI എന്താ പിന്നെ നമ്മൾ വേണ്ടത് ചോദിക്കേണ്ട വേറെ കാര്യം, വയറ്റിന്ന് പോകുന്നുണ്ടോ, മൂത്രം പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടോ. ബവലൻ ബ്ലാഡർ പോയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് എമർജൻസിയാണ്. അത് കോഡാക്റ്റിന് അതായത് ഞരമ്പിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാണിക്കുന്ന സംഭവം. അത് പിന്നെ തിരിച്ച് കിട്ടൂല. അതുകൊണ്ടാണ് അതിന് ഏറ്റവും പ്രധാനം അതാണ്. അതായത് ഒരാൾക്ക് വയറ്റിന്ന് അറിയാതെ പോകുക, അല്ലെങ്കിൽ വയറ്റ് മൂത്രം പോകാത്തൊരവസ്ഥ വരികയാണ് ഡിസ്കിൻ്റെ പ്രശ്നം, നടുവേദനൻ്റെ കൂടത്തിൽ പെട്ടെന്ന് കാല് തളച്ച് അല്ലെങ്കിൽ ഈ മൂത്രവും മലവും പോകുന്ന ഭാഗത്ത് തരിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹൈ റിസ്ക് ആണ്. കാരണം വെച്ചാൽ അത് ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടൂല. നമുക്കതിൻ്റെ ഉള്ളിൽ അത് റെഡിയാക്കണം. അപ്പോൾ ഡിസ്ക് തള്ളിയിട്ടാണ് സംഭവിച്ചതെങ്കിൽ, ഈ സംഭവം ഉണ്ടെങ്കിൽ, ഈ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക് സർജറി ചെയ്ത് റെഡിയാക്കണം. നമ്മൾ കഴിയുന്ന ഡിസ്കിന് സർജറി ചെയ്യരുത്, നീട്ടി വെക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ 24 ഹവേഴ്സിനുള്ളിൽ ആ പേഷ്യൻറ്റിനെ സർജറി ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ കാലാകാലവും അയാൾക്ക് ആ മൂത്രം അറിയാതെ പോകുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ വയറ്റുന്ന പോകാത്തൊരു പ്രശ്നം കാലാകാലം ഉണ്ടാവും. അതാണ് പ്രശ്നം. ഇനി സ്ഥിരമായിട്ട് ചില ആളുകൾ ഡ്രൈവേഴ്സൊക്കെ ഉണ്ട്, ഡിസ്ക് ബൾജുള്ള ലോറി ഡ്രൈവേഴ്സ്, ലോങ് റണ്ണ് പോകുന്ന ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്. അതേപോലെ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ, ഡിസ്ക് ബൾജുള്ള 18-20 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ബേജാർ എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് അവരുടെ ജീവിതമാണല്ലോ, ഡ്രൈവ് ചെയ്തിട്ടല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് അവരുടെ ട്രിപ്പ്, ബൈക്ക് റൈഡ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് ഇത് അതിന് ചെയ്യാൻ കഴിയില്ലേ, ഇനി ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്ക് ബൾജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്ക് റൈഡ് ചെയ്യാൻ പാടില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ട്രീറ്റ് ചെയ്താൽ മുഴുവനായിട്ട് മാറുമോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഡിസ്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഡിസ്കിൻ്റെ ആണെങ്കിൽ നടുവേദനയുടെ കാര്യത്തിലാണെങ്കിലും മിക്ക ഡിസ്കിൻ്റെയും നടുവേദനയുടെ പ്രശ്നം നാച്ചുറലി റിസോൾവ് ചെയ്യുന്നതാണ്. നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ലെങ്കിലും അത് മാറാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ചില ആൾക്കാർ പറയും, ഞങ്ങൾ ഇതൊക്കെ എടുത്തു, ആദ്യം അലോപ്പതി കാണിച്ചപ്പോൾ അവർ സർജറി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോമിയോപ്പതി പോയി, അവിടെ നിന്നാണ് മാറിയത്. അതിനുശേഷം നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ടൈമാണ്. ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങി ഒരു 6 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് തനിയെ മാറി. അപ്പോൾ അത് ഏത് ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നുള്ളതിനെക്കാട്ടും പ്രധാനം ആ സമയം കൊണ്ട് അവർക്ക് നാച്ചുറലി റിസോൾവ് ആയതാണ്. അപ്പോൾ ആ നാച്ചുറൽ റെസൊല്യൂഷൻ നടുവിൻ്റെ കാര്യത്തിലും ഡിസ്കിൻ്റെ കാര്യത്തിലും ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരിക്കലും ഡിസ്ക് തള്ളിയായിട്ട് നടുവേദന വന്നതുകൊണ്ട് എനിക്കിനി കാലാകാലം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബേജാറാണ്ട് ആവശ്യമില്ല. അപ്പോൾ ചില കേസുകളുണ്ടാകും, ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഡിസ്ക് തള്ളി നല്ല ഞരമ്പ് കംപ്രഷൻ ഈ 6 ആഴ്ച കഴിഞ്ഞിട്ട് മാറാത്ത ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പെയിന് മാറ്റി എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റീഹാബിലിറ്റേഷൻ, അതായത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കിൻ്റെ സ്ട്രെങ്ത്തൊക്കെ കൂട്ടിക്കൊണ്ട് പിന്നെ നമുക്ക് നാച്ചുറലി ഗ്രാജുവലി എന്ത് ചെയ്യാൻ പറ്റും, ഈ പഴയ ജോലികളിലെല്ലാം അത് ഒറ്റയടിക്കല്ല. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു നടുവേദന വന്നു, നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു, അപ്പോൾ അതിനുശേഷം പിറ്റേന്ന് തന്നെ പോയിട്ട് വെയിറ്റ് എടുത്ത് പോക്കുക, അല്ലെങ്കിൽ ഈ ബൈക്കിൽ ലോങ് റൈഡ് പോകുക, അത് സംഭവിക്കില്ല. അതിന് പകരം നമ്മളതിന് ടൈം കൊടുക്കണം. ഒരു റിക്കവറിക്കുള്ള ഒരു പരിക്ക് മാറാനുള്ളൊരു ടൈം ശരീരത്തിന് കൊടുക്കുകയും പിന്നെ നമ്മളെ ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനുള്ള റീഹാബിലിറ്റേഷനും എക്സസൈസും ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഗ്രാജുവലി എന്ത് ചെയ്യുക, നോർമൽ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡ്രൈവിങ്ങും കാര്യങ്ങളും ലോങ് ഡ്രൈവിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. ഒരു ടൈം എടുത്ത് മെല്ലെ മെല്ലെ ഗ്രാജുവലി നമുക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഒരു ചോദ്യത്തിലുള്ളൊരു പേഷ്യൻ്റ് വന്നിരുന്നു. അതായത് 4 കൊല്ലം മുന്നെയാണ് ഡോക്ടർ ഡിസ്ക് ബൾജ് ഉണ്ട്, കുനിയരുത് എന്നൊക്കെ പറഞ്ഞത്. അവർ ഇന്നേ വരെ താഴെ കിടന്നൊരു പെന്ന് പോലും എടുത്തിട്ടില്ല. അപ്പം അത്രയും തീരെ വളയ്ക്കരുത്, തീരെ അങ്ങനെ അല്ല. അതിൻ്റെ ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിയുന്നവരെ നമ്മൾ ആ ഡിസ്കിൻ്റെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്തും ഒരു തെറ്റ് പറ്റാറ് മുന്നോട്ട് കുനിയാൻ പാടില്ല. ആ ഒരു ഒറ്റ സെൻറ്റൻസ് ആണ്. അപ്പോൾ ആ പേഷ്യൻ്റ് മനസ്സിലാക്കുന്ന വെച്ചാൽ ഇനി കാലാകാലത്ത് മുന്നോട്ട് വളയാൻ പാടില്ല, നിസ്കാരം നിർത്തി ചെയറിലേക്ക് ആക്കും. അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങും, പിന്നെ മുട്ടിനും പ്രശ്നം. ശരിക്കും നമുക്ക് ആ മസിൽസൊക്കെ പിന്നെ വീക്ക് ആവുകയും അല്ലെങ്കിൽ അതിൻ്റെ സ്പാസം വരികയൊക്കെ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി കുറച്ച് കഴിഞ്ഞ് തുടക്കത്തിലുള്ള ഒരു റെസ്റ്റ് കൊടുത്ത് പിന്നെ കഴിയുന്നത് നമ്മൾ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് ഗ്രാജുവലി തിരിച്ച് കയറുക എന്നുള്ളതാണ്. അപ്പോൾ മുന്നോട്ട് കുറച്ചൊന്ന് വളഞ്ഞുകൊണ്ട് ഡിസ്ക് തള്ളി പുറകോട്ട് പോകുന്നില്ല. അതാണ് ഒരു പലപ്പോഴുള്ള പ്രശ്നം. ഒരു നോർമൽ ഒരു ഡിസ്ക് വളി തുടക്കത്തിൽ ആദ്യമായിട്ട് കേട്ട ഒരാൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോൾ എനിക്ക് പണ്ട് തോന്നിയൊരു കാര്യം, ഈ ഇതിലൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ഡിസ്ക് തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങ് തെറ്റിപ്പോകും, നമ്മൾ കുനിയുമ്പോഴേക്ക് അങ്ങ് തെറ്റിപ്പോകുന്നൊരു സാധനമാണ്. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ ഒന്ന് കുനിയുമ്പോഴേക്ക് ഡിസ്ക് തെറ്റി അങ്ങ് പോവുകയാണ്, തെറിച്ച് പോവുക, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഡിസ്ക് നല്ലപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് ചുറ്റും നമുക്ക് മസിൽസും പേശികളും ജോയിൻസ് എല്ലാം ഉണ്ട് അതിന് സപ്പോർട്ടായിട്ട്. അത് വളരെ ഉള്ളിലുള്ള സാധനമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുനിഞ്ഞുകൊണ്ട് അങ്ങ് തെറ്റിപ്പോകുന്നില്ല. ഡിസ്ക് ബൾജുള്ള ആൾക്കാർക്ക് മുന്നോട്ട് വളയുമ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്നതുകൊണ്ടാണ് വേദന കൂടുന്നത്.
അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മുന്നോട്ട് കുനിമയ്ക്ക് ഡിസ്ക് പുറകോട്ട് നീങ്ങി പോകുന്ന ആ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ. പക്ഷേ ഈ എക്സസൈസ് നടുവിൻ്റെ എക്സസൈസ് മുഴുവൻ മുന്നോട്ട് കുഞ്ഞിട്ടും ബാക്കോട്ടേക്ക് എക്സ്റ്റൻഷനാണ് വരുന്നത്. എന്നാൽ മാത്രമേ അതിൻ്റെ ചുറ്റുള്ള മസിൽസിലേക്ക് ബ്ലഡ് സപ്ലൈ എത്തുന്നു. ഡിസ്കിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലഡ് സപ്ലൈ എത്തണമെങ്കിൽ ഈ പറഞ്ഞ കുഞ്ഞിട്ടും ബാക്കോട്ടേക്ക് ആക്കുള്ള എക്സ്റ്റൻഷനോ എക്സസൈസുകളൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നോർമൽ ആക്ടിവിറ്റീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ പോകുന്നതാണ് എപ്പോഴും. നോർമൽ ആക്ടിവിറ്റീസ്, നോർമൽ പൊസിഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. അഗ്രസീവ് ആയിരുന്നു മാത്രം. അതായത് വലിയ കുറേ നേരം മുന്നോട്ട് കുമ്പിട്ട് നിന്നിട്ടുള്ള ജോലികൾ ഒരുപാട് നേരം ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് വലിയ ഭാരമുള്ള സാധനം ഒന്നും ശ്രദ്ധിക്കാതെ എടുത്ത് പൊക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടാക്കും. നോർമലി ഉള്ള നിസ്കാരത്തിൽ ഇപ്പോൾ കുനിയുന്നത് പോലെ കുനിയുക, അല്ലെങ്കിൽ ജസ്റ്റ് താഴെ വീണ സാധനം കുനിഞ്ഞിട്ടെടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും. നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ, ഇപ്പം ഒരിക്കലും ഡിസ്ക് ബൾജ് വന്ന ഒരു 18 വയസ്സുള്ള 20 വയസ്സുള്ളൊരു പയ്യനാണെങ്കിൽ അവൻ ആ സമയത്ത് റെസ്റ്റ് എടുക്കണം. പക്ഷേ നിർബന്ധമായിട്ടും ഒരു ഹാഫ് ആൻ അവർ എക്സസൈസോ അല്ലെങ്കിൽ സ്പൈൻ്റെ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇത് റിക്കറൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഫുൾ ടൈം ഒരു ബെഡ് റെസ്റ്റോ അല്ലെങ്കിൽ ആ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇത് മാറ്റിയിട്ട്, ഓട്ടോ ഡ്രൈവേഴ്സിനാണെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഹൈ റിസ്ക് ആയിട്ട് വരുന്ന ഈ റോഡുകളൊക്കെ ഗട്ടറും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടേതായ ഒരു സ്പീഡിൽ അവർ ശ്രദ്ധിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഇതൊരു ബേർഡൻ ആയിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മളെ കുനിയരുത് പറഞ്ഞ പോലെ തന്നെയാണ് ബെൽറ്റ് ഉപയോഗിക്കുന്ന കാര്യം. ചില ആൾക്കാർ ബെൽറ്റ് കൊടുക്കും, നല്ല നടുവേനുള്ള സമയത്ത് ബെൽറ്റ് ഉപയോഗിച്ചോളാൻ പറയും. അപ്പോൾ അതെന്ന് ബെൽറ്റ് ഉപയോഗിക്കുമ്പോൾ സുഖം ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് സ്ഥിരമായിട്ട് അങ്ങ് ഉപയോഗിക്കും. പിന്നെ അങ്ങോട്ട് കാലാകാലം ബെൽറ്റ് കെട്ടി പണിയെടുക്കുക എന്നുള്ള രീതിയിലേക്ക് വരും. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ബെൽറ്റ് ഉപയോഗിക്കാൻ പറയുന്നത് കുറച്ച് ദിവസത്തേക്കാണ്. ആ സിവിയർ പെയിനുള്ള സമയത്തേക്ക് തൽക്കാലം ഒന്ന് മസിൽസ് പാസ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ആ മസിൽസ് പണിയെടുക്കില്ല. നമ്മൾ നട്ടെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട മസിൽസ് പണിയെടുക്കുന്നതിന് പകരമാണ് ബെൽറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മസിൽസ് എന്താവും, സ്ഥിരമായിട്ട് അതിൻ്റെ വീക്ക്നെസ്, ശക്തി കുറഞ്ഞു വരും. ശരിക്കും നമുക്ക് എന്താ വേണ്ടത്, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടത്. അപ്പോൾ ആ മസിൽ എടുക്കേണ്ട പണി ബെൽറ്റ് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ വീക്ക്നെസ് കൂടുകയും അത് സ്ഥിരമായിട്ട് അവർക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ശരിക്കും കൂടുകയാണ് ചെയ്യുക. ആ സപ്പോർട്ട് ഇല്ലാതാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലുള്ള അസുഖം എന്താണോ അത് കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ലോങ് ടേമിൽ ഒരിക്കലും യങ് ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഈ ബെൽറ്റ് ഉപയോഗിക്കുന്നവർ, പ്രായമുള്ള 75 വയസ്സുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് ഉപയോഗിക്കുക, അതിന് വലിയ നമുക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ എല്ല് നീങ്ങിപ്പോയ ലിസ്റ്റസിസ് ഉള്ള ആൾക്കാർക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. യങ് ആയിട്ടുള്ള ആൾക്കാർ ഡിസ്ക് ബൾജിനോ നടുവേദനയ്ക്ക് വേണ്ടിയിട്ട് ബെൽറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കണം. പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൈറ്റ് കൂടുതലുണ്ടായാലും വെയിറ്റ് കൂടുതലുണ്ടായാലും ഡിസ്ക് ബൾജ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അത് എത്രത്തോളം സത്യമാണ്? അതിൽ വെയ്റ്റിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കുടവയറ് കൂടുമ്പോൾ അല്ല വയറിൻ്റെ ഒരു മുന്നോട്ടുള്ള ഇത് വിട്ട് കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു സ്പൈനിലൊരു ലോഡോസിസ് വേണം. അതായത് കുറച്ചൊന്ന് ബാക്കിൽ ആ ഭാഗം കുറച്ച് മുന്നോട്ട് ബൾജ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ആ സ്പൈൻ നമ്മളെ നട്ടിലിനെ അതിൻ്റെ ചുറ്റുമുള്ള മസിൽസാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാവിറ്റി, ലൈൻ ഓഫ് ഗ്രാവിറ്റി കുറച്ച് മാറുന്നുണ്ട്. അപ്പോൾ വയർ ചാടുമ്പോൾ ആ വയറിൻ്റെ വെയിറ്റും കൂടെ സ്പൈനിൽ ലോഡ് കൂടുകയാണ്. അപ്പം അത് ഡിസ്കിൻ്റെ ബൾജ് കൂട്ടുമെന്നല്ല, പക്ഷേ ആ ഒരു സ്പൈനിൻ്റെ സ്റ്റെബിലിറ്റീനെ കുറച്ച് ബാധിക്കും. അപ്പോൾ കൂടുതൽ സ്ട്രെയിൻ വരും, അതുകൊണ്ട് വേദന കൂടും. പിന്നെ ഹൈറ്റിൻ്റെതും എന്താണെന്ന് വെച്ചാൽ അവർ ആ ഹൈറ്റിന് അത്രയും വെർട്ടിബിൾ കോളത്തിൻ്റെ ഇതും നമ്മളെ ബോഡീൻ്റെ വെയിറ്റും ഒക്കെ കൂടുമ്പോൾ ഏറ്റവും അവസാനത്ത് അത് L4, 5 ആ സ്ഥലത്തുള്ള ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ ആ സാധ്യത ഉണ്ട്. എല്ലാവർക്കും വന്നോളന്നല്ല. നോർമലി അത് കർവും വ്യത്യാസം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ ഹൈറ്റ് കൂടിയ ആൾക്കാർ കുറച്ച് വളഞ്ഞിട്ടുണ്ടാവും, എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം. നേരെ ഉള്ളതിനെ വരെ കൂടി കുറച്ചൊരു വളവുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ആ ലൈൻ ഓഫ് ഗ്രാവിറ്റിയും ഒക്കെ ബാധിക്കും. അപ്പോൾ അത് ഓരോ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ പ്രഷർ കൂടുതലായിട്ട് വരിക, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഇനി നമ്മളൊരു ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ട് ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിലിമിനറി ടെസ്റ്റുകളാണ് ചെയ്യുക? സാറ് നേരത്തെ പറഞ്ഞു, ചില ആളുകൾ ആദ്യം എക്സ്റേയും CT ഒക്കെ എടുത്ത് MRI ഒക്കെ എടുത്തിട്ടാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലത് മിക്കവാറും ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യുക എന്നുള്ളതായിരിക്കും നല്ലത്. കാരണം ക്ലിനിക്കൽ ഡിസിഷൻസ് സാറ് പറഞ്ഞ പോലെ മാറിപ്പോവും. അപ്പോൾ എന്തൊക്കെ പ്രാഥമിക ടെസ്റ്റുകളൊക്കെയാണ് സാറ് ചെയ്യാറ്? എങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതിപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് എപ്പോഴാണ് ഇപ്പോൾ എക്സ്റേ എടുക്കണോ MRI എടുക്കണോ, ഏതാണ് എടുക്കേണ്ടത്, എപ്പോൾ എടുക്കണം എന്നുള്ള ഈ ഒരു ചോദ്യമാണ് എപ്പോഴും സാധാരണ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ്, നമുക്കൊരു റെഡ് ഫ്ലാഗ്സ് ആയിട്ടുള്ള ഒന്നുമില്ല. അതായത് ഒരു എമർജൻസി ആയിട്ട് പെട്ടെന്ന് തന്നെ MRI എടുക്കേണ്ട ഒരു അവസ്ഥയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വീക്ക്നെസ് ഇല്ല, അതുപോലെ തന്നെ ഈ പനി കാര്യങ്ങൾ, ഒരു അസഹനീയമായ പെയിൻ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പൊതുവേ നമ്മൾ കൺസർവേറ്റീവ് ആയിട്ട് മാനേജ്മെൻ്റ് ആണ് തുടക്കത്തിൽ ചെയ്യുക. കൺസർവേറ്റീവ് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മെഡിസിൻസ് കൊടുത്തു, പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്തു, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മതി. മിക്ക ആൾക്കാർക്ക് അതിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. ആ തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ മിക്കപ്പോഴും അതിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. നാച്ചുറലി ഒരു റിസോൾവ് ചെയ്യാനുള്ള ടൈം 6 വീക്സ് ആണ്. അപ്പോൾ ഒരാൾക്ക് ഈ രീതിയിലുള്ള മെഡിസിൻസ് എടുത്ത് എക്സസൈസ് ചെയ്തിട്ടൊന്നും മാറ്റം ഇല്ലെങ്കിൽ നമ്മളെന്തായാലും ഒരു എക്സ്റേ, ഇനീഷ്യലി ഒരു എക്സ്റേ വാല്യൂഷനാണ് നമ്മൾ ചെയ്യുക. എക്സ്റേ വാല്യൂഷൻ നമുക്കെന്ന് വെച്ചാൽ ഡിസ്ക് ഈ എല്ലിന് പരിക്കുണ്ടെങ്കിൽ, എല്ലിന് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ, എല്ല് നീങ്ങിപ്പോയത്, ലിസ്റ്റസിസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ല തേയ്മാനം,
ഡിസ്കിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും ആണെങ്കിൽ എക്സ്റേ കിട്ടില്ല. പക്ഷേ കൂടുതലായിട്ട് തീരുമാനം വന്ന ആൾക്കാർക്ക് ഡിസ്ക് സ്പേസ് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്റേയിൽ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് എക്സ്റേ തന്നെ മതിയാവും. പക്ഷേ ഇതിൽ പലപ്പോഴും ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞു 6 വീക്സ് ആയിട്ടാണ് നമ്മൾ സാറിന് 6 വീക്സിൽ കൂടുതലുള്ള പെയിൻ ആണെങ്കിൽ പൊതുവേ എവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ നടുവേദന കാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഞരമ്പിൻ്റെ ഭാഗത്ത്, ഇപ്പോൾ നട്ടലിൻ്റെ ഭാഗം വേദനയാണെങ്കിൽ കൂടുതലും MRI ആവശ്യമില്ല പലപ്പോഴും തുടക്കത്തിൽ. പക്ഷേ നടുവെന്ന് കാലിലേക്ക് ഒരു ഞരമ്പിൻ്റെ ഭാഗത്തേക്കുള്ള വേദനയാണ്, അപ്പോൾ റാഡിക്ലോപ്പതി നമ്മൾ പറയും, ഏതെങ്കിലും ഞരമ്പിൻ്റെ ഭാഗത്തേക്കുള്ള വേദനയാണ്, അപ്പോൾ 6 വീക്സ് ആയിട്ട് മാറുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ എപ്പോഴും നല്ലത് MRIയിലേക്ക് പോകുന്നത്. MRIയിലാണ് നമുക്ക് ഡിസ്കും അതുപോലെ അതിന് പുറകിലുള്ള ഞരമ്പുകളും അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുക MRIയിലാണ്. അപ്പോൾ 6 ആഴ്ച കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് വേദന മാറാതെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ MRI എടുക്കാം. അതുപോലെ തന്നെ തുടക്കത്തിൽ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ, പക്ഷേ ഇവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റിലും മാറുന്നില്ല. 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ സംഭവം മൊത്തത്തിൽ 6 ആഴ്ച വരെ മാറുന്നു, പക്ഷേ പെയിന് മാറുന്നില്ല, സിവിയർ പെയിനാണ്, അല്ലെങ്കിൽ കാലിന് തരിപ്പുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചിലപ്പോൾ MRI എടുക്കേണ്ടി വരും. അത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാത്ത ആൾക്കാർക്ക് നമ്മൾ 6 വീക്സ് കാത്തു നിൽക്കണമെന്ന് ആവശ്യമില്ല. അപ്പോൾ സിവിയർ പെയിനാണ്, നമ്മൾ മെഡിസിൻ എടുത്തു, ഇതിലൊന്നും മാറ്റമില്ല, ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചിലപ്പോൾ ഈ എക്സ്റേ MRIയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ ദി പേഷ്യൻസ് എങ്ങനെയാണ് അവരുടെ ഇത് വരുന്നത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, സാധാരണ മെഡിസിനിലോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ MRI ചിലപ്പോൾ നേരത്തെ എടുക്കും. അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ MRI എക്സ്റേ ഒന്നും എടുക്കാതെ തന്നെ ബാക്കിയുള്ള കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ എക്സ്റേ MRI ഒക്കെ എടുക്കുന്ന രോഗികളുടെ നിർബന്ധം കൊണ്ടാണ്. അപ്പോൾ ഇത് മാറുന്നില്ല, പെയിന് മാറുന്നില്ല, അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയണം, എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത് അറിയണമെന്ന് വെച്ചിട്ട് പലപ്പോഴും നമ്മൾ എടുക്കേണ്ടി വരുന്ന അപ്പോഴേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ റെഡ് ഫ്ലാഗ്സ് ഉള്ള ആൾക്കാർ, അതായത് പ്രായമുള്ള ഒരാൾ, ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് നടുവേദന വന്നെങ്കിൽ അത് കുറച്ചുകൂടി അഗ്രസീവായിട്ട് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ഒന്ന് നേരത്തെ എക്സ്റേ എടുത്ത് നോക്കി പൊട്ടുണ്ടെങ്കിൽ അത് MRI എടുപ്പിച്ച്, പിന്നെ ചിലപ്പോൾ ഓസ്റ്റിയോപൊറോട്ടിക് എന്നല്ല, എല്ലുകളുടെ ആ ഒരു ഡെൻസിറ്റി കുറഞ്ഞ കാരണം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും മാലിഗ്നൻസി, ക്യാൻസർ എന്തെങ്കിലും ഉള്ളത് ചിലപ്പോൾ എല്ല് പൊട്ടിയതായിട്ടായിരിക്കാം. അപ്പോൾ അവർക്ക് കുറച്ച് ബ്ലഡും കൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും പുരുഷന്മാർക്കാണെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചിലപ്പോൾ അതൊന്നും അവർ കംപ്ലയിൻസിൽ ഉണ്ടാവില്ല, മൂത്രത്തിനൊന്നും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അതൊന്നും ഇവാലുവേറ്റ് ചെയ്യുന്ന നല്ലതാണ്, നേരത്തെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മളിപ്പോൾ മെഡിസിനൊക്കെ കൊടുക്കുന്നതായിരിക്കുമല്ലോ പലപ്പോഴും. അപ്പോൾ മെഡിസിനൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ഒരു കിഡ്നീൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ കൗണ്ടും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുന്ന എപ്പോഴും ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് എപ്പോഴും നല്ലതാണ്. ഇങ്ങനത്തെ വാക്യൂൻ കാര്യങ്ങളായിട്ട് പലപ്പോഴും അവർ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ആ സമയത്തായിരിക്കും. കാരണം നമ്മളിപ്പോൾ മെഡിസിൻ കൊടുക്കുമ്പോൾ വേദന സമാരെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അത് നല്ലത്, അങ്ങനത്തെ ഒരു ബേസിക് എവാലുവേഷൻ എപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർക്ക് നല്ലതാണ്. ഒരു മെഡിസിൻസ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സാധാരണ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ പനിയോ കാര്യങ്ങളോ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ സസ്പെക്ട് ചെയ്യുന്നതിന് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ കൗണ്ടും ESR CRP പോലെയുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എല്ലാം നമ്മൾ നോക്കണം. അങ്ങനത്തെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഇതിന് പെട്ടെന്ന് തന്നെ നമ്മൾ MRI അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും ചിലപ്പോൾ. പിന്നെ ചില വേദനകളുണ്ട്, ചില നടുവേദന മാത്രമല്ല, ചിലപ്പോൾ നെക്ക് പെയിൻ ഉണ്ടാവും, പല ജോയിൻറ്റുകളിൽ വേദന ഉണ്ടാവും, മുട്ടുവേദന ഉണ്ടാവും, കൈയിൻ്റെ സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരാൾ നടുവേദന ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് മെക്കാനിക്കൽ പെയിനാണ്, അതായത് കുറച്ച് ജോലിയൊക്കെ എടുക്കുമ്പോൾ ഉള്ള പെയിനാണ്. ഒരു ഇൻഫ്ലമേറ്ററി പെയിൻ ഉണ്ട്, അതായത് എവിടെയോ ഒരു നീർക്കെട്ടുണ്ട്, അതാണ് ഇവർക്ക് ഈ നടുവേദന ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാദസംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ എന്നതും ഇവാലുവേറ്റ് ചെയ്യണം. പ്രത്യേകിച്ചും രാത്രി കൂടുതലായിട്ട്, രാത്രി തിരിഞ്ഞുമാനം കിടക്കുമ്പോൾ നല്ല പെയിന്, രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല സ്റ്റിഫ്നെസ്, ബാക്ക് ഒരു അരമണിക്കൂറോളം അരമണിക്കൂർ കൂടുതൽ നമുക്ക് ബാക്കിന് സ്റ്റിഫ്നെസ് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ അതാണ് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ കേസിൽ നമ്മൾ കൂടുതൽ വാദസംബന്ധമായ ചില അസുഖങ്ങളുണ്ട്, നട്ടലിൽ നടുവേദന മാത്രമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്, അതിലേക്ക് നമ്മൾ അപ്പോൾ ESR CRP പോലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സൊക്കെ കൂടുതലാണെങ്കിൽ അത് അവരെ സ്കിന്നിലൊക്കെ ചിലപ്പോൾ ചേഞ്ചസ് ആണ്, ചിലപ്പോൾ സൊറിയാറ്റിക് ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമുള്ള ഈ ലൈക്കൻ പ്ലാനസോ അല്ലെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ്, അതൊക്കെ ഒരുപാട് കോസുകളുണ്ട്. ചിലപ്പോൾ അവർക്കൊന്നും ഈ സ്കിന്നിൻ്റെ ഇതിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷേ ബാക്ക് പെയിൻ അവർ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പെട്ടെന്നൊരു ദിവസം ബാക്ക് പെയിൻ കൂടി, അപ്പോഴായിരിക്കും നമ്മൾ എല്ലാം കണക്ഷൻ ഉണ്ടാവാം. അപ്പോൾ അതൊന്നും ബ്ലഡ് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി മെഡിസിൻസും ഫിസിയോതെറാപ്പിയും അല്ലാതെ സർജറി കൂടാതെയുള്ള ചികിത്സാ രീതികളെ പറ്റിയിട്ട് നമുക്കൊന്ന്. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ പറഞ്ഞത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പെയിൻ ജനറേറ്ററാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് നടുവേദന വരാനുള്ള കാരണം നമുക്ക് ഡിസ്ക് ആണോ, ജോയിൻ്റ് ആണോ, നെർവാണോ, എന്താണ് ഇതിൽ പെയിൻ ഉണ്ടാക്കുന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ബാക്ക് പെയിനിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കോമൺ ആയിട്ട് വരുന്ന ഡിസ്ക് തന്നെയാണ്, ഡിസ്ക് റിലേറ്റഡ് പെയിൻ ആണ്. അപ്പോൾ ഡിസ്ക് ഹെർണിയേറ്റഡ് ഡിസ്ക് ആണെങ്കിൽ, ഹെർണിയേറ്റഡ് ഡിസ്കിനെ ഡിസ്ക് പുറകോട്ട് തള്ളി ഒരു നെർവ് കംപ്രസ് ആയിട്ട് നമ്മൾ കാലിലേക്ക് റാഡിക്ലോപ്പതി ആയിട്ട് വരികയാണ്. അപ്പോൾ ഒരു അക്യൂട്ടായിട്ട് ഒരു ലാസ്റ്റ് 2-3 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് ആയിട്ട് സിവിയർ പെയിൻ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ അതൊരു അക്യൂട്ട് റാഡിക്ലോപ്പതി നമുക്ക് പറയാം. അതൊരു ഞരമ്പിൻ്റെ ഭാഗത്തേക്കുള്ള പെയിൻ ബിക്കോസ് ഓഫ് ഡിസ്ക് തള്ളിയതുകൊണ്ട് വരുന്ന പെയിൻ. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർക്യൂട്ടൈനസ് ആയിട്ട്, അതായത് എക്സ്റേ ഗൈഡൻസിൽ ആ ഏത് നെർവാണോ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള, ബേസിക്കലി പെയിൻ ഉണ്ടാക്കുന്നത് നെർവ് കംപ്രഷൻ കാരണമല്ല,
അതിനേക്കാൾ കൂടുതൽ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ അത് പുറത്തോട്ട് ഇറങ്ങിയത് കൊണ്ട് അത് നെർവിന് ചുറ്റും നീർക്കെട്ടുണ്ടാക്കുന്നതാണ്, നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയും. അപ്പോൾ ആ നെർവിന് ചുറ്റുമുള്ള ഇൻഫ്ലമേഷനാണ് ബേസിക്കലി അതിൽ പെയിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ന്യൂറൈറ്റിസ് എന്ന് പറയും. അത് ഞരമ്പിൻ്റെ പെയിനാണ്, ഇൻഫ്ലമേഷൻ കാരണമുള്ള പെയിനാണ്. അപ്പോൾ നമ്മൾ എക്സ്റേ ഗൈഡൻസിൽ നമുക്ക് നേരിട്ട് ആ ഡിസ്കിൻ്റെ ഞരമ്പ് ഏതാണോ നെർവ് കണ്ടുപിടിച്ച് അവിടെ തന്നെ നമുക്ക് റൂട്ട് ബ്ലോക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ റൂട്ടിലേക്ക് നമുക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ, അതായത് സ്റ്റിറോയിഡ്സ് അടങ്ങിയ മെഡിസിൻ ആയിരിക്കും പലപ്പോഴും ഇനീഷ്യൽ സ്റ്റേജിൽ അക്യൂട്ട് റാഡിക്കുലോപ്പതിക്ക് ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള ഇൻഫ്ലമേഷൻ വലിഞ്ഞു പോവുകയും രക്തോട്ടം മെച്ചപ്പെടുകയും അതുപോലെ പെയിന് മാറുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള രോഗികൾ പെട്ടെന്ന് തന്നെ വേദന കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഹാബിലിറ്റേഷൻ, അതായത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ഒരു ഏർലി റിക്കവറി ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ഉള്ളത് കുറച്ച് കാലങ്ങൾ കൂടുതൽ, അതായത് ഇപ്പോൾ കുറേ മാസങ്ങളായി പെയിൻ ഉണ്ട്, അപ്പോൾ ഹെർണിയേറ്റഡ് ഡിസ്ക്കാണ്. അപ്പോൾ അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഡിസ്ക് ചുരുങ്ങാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസ്കിന് ഒരു ഓസോൺ ട്രീറ്റ്മെൻറ്റ്, ഓസോൺ ന്യൂക്ലിയലൈസ് ആണ്. അപ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓസോൺ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഡിസ്ക് കുറച്ചൊന്ന് ചുരുങ്ങും. അപ്പോൾ നമുക്ക് അത് നെർവിൻ്റെ കംപ്രഷൻ കുറയുകയും ചെയ്യും. അതിൻ്റെ കൂടുതൽ നമുക്ക് ഈ റൂട്ട് ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാൻ പറ്റും, രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് വരിക. ഇതിലൊന്നും അല്ല, ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള റാഡിക്കുലർ, ഇപ്പോൾ ഈ ഓസോൺ ന്യൂക്ലിയലൈസിസ് പറഞ്ഞാൽ നമുക്ക് ഡിസ്കിനുള്ളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്ക് തള്ളിയിട്ടുണ്ട്, പക്ഷേ ഡിസ്കിനുള്ളിൽ വെള്ളത്തിൻ്റെ അംശം ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഓസോൺ ന്യൂക്ലിയലൈസിസ് ചെയ്യാൻ പറ്റും, ഓസോൺ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ല, അതിൽ നിൽക്കുന്നില്ല, അങ്ങനത്തെ ഒരാൾ കുറേ ക്രോണിക്കാണ്, ബ്ലാക്ക് ആയിട്ടുള്ള ഡിസ്ക്കാണ്, അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ആ നെർവിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, നെർവിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു റേഡിയോ ഫ്രീക്വൻസി ആബ്ലേഷൻ, അതായത് DRG എന്ന് പറഞ്ഞാൽ അതിൽ പൾസ്ഡ് RF എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നെർവ് പെയിൻ റിലീഫ് ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താലും, ഇതിപ്പോൾ എന്ത് ഇഞ്ചക്ഷൻ കൊടുത്താലും മെഡിസിൻ കൊടുത്താലും നമുക്ക് പെയിൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്താണ് ഇതിൻ്റെ ലോങ് ടേം റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോഴാണ്. അതായത് രോഗി വന്ന പ്രശ്നം എന്താണോ അത് നമ്മൾ പെയിനൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ബാക്കിൻ്റെ സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് നോർമൽ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ഏത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലത്തേക്ക് പെയിൻ മാറ്റി മരവിപ്പിച്ച് നിർത്താനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇത് ചെയ്ത് അതിൻ്റെ കൂടുതൽ നമ്മൾ റീഹാബിലിറ്റേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടേം റിസൾട്ട് ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞ പോലെ സർജറി അല്ലാതുള്ള ഓപ്ഷൻസ്. പെയിൻ ജനറേറ്റേഴ്സ് പറഞ്ഞല്ലോ, ഇപ്പം ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഡോക്ടർ പറഞ്ഞു. പിന്നെ മറ്റുള്ള പെയിൻ ജനറേറ്റേഴ്സ് ഉണ്ട്, അതായത് മസിലുണ്ട്, അതായത് രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഫാസറ്റ് ജോയിൻറ്റുകളുണ്ട്, SI ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിനും സാധാരണഗതിയിൽ ഫിസിയോതെറാപ്പിയിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല, അത് ഫിസിയോതെറാപ്പിയാണ് ചെയ്യേണ്ടത് തുടക്കത്തിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ടും പെയിൻ ഉണ്ടെങ്കിൽ ഈ മയോഫേഷ്യൽ പെയിൻ എന്ന് പറയും, മസിൽസ് ഉള്ളിലുണ്ടാവുന്ന പെയിൻ. അപ്പം അതിൽ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ആ മസിൽസിൻ്റെ ഉള്ളിലുള്ള ട്രിഗർ പോയിൻറ്റ്സ് ഉണ്ടാവും, ആ ട്രിഗർ പോയിൻറ്റ്സിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് കാലം കിട്ടി നിൽക്കുന്ന ഒരു ബാൻഡാണ് അത്, പ്രത്യേകിച്ച് ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറഞ്ഞു പോയ ആ ബാൻഡിനെ നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡൻസിൽ അവിടെ ചെറിയ നീഡിൽ പ്ലേസ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സ്പാസ് ഒരു പിടുത്തം ഉണ്ടാവും. ചില ആൾക്കാർക്ക് കുഞ്ഞത്തിന് എഴുന്നേൽക്കുമ്പോൾ ഒരു പിടുത്തം, രാവിലെ നീറ്റ് വരുമ്പോൾ തന്നെ കിടന്നിടത്ത് ചെരിയാൻ തന്നെ ബുദ്ധിമുട്ടുകൾ, കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് നീക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതൊക്കെ കൂടുതലും ചിലപ്പോൾ ഈ മസിൽസിൻ്റെ പിടുത്തം കൊണ്ടായിരിക്കും, സ്പാസം കൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ ഡ്രൈ നീഡ്ലിംഗ് സെഷൻസിലൂടെ വ്യത്യാസം വരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫാസറ്റ് ജോയിൻ്റ് ഉണ്ട്, അതായത് രണ്ട് നട്ടെല്ലിനെ ബന്ധിപ്പിക്കുന്ന ജോയിൻറ്റുകൾ കൂടുതലും കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കാണ് കൂടുതൽ വരുന്നത്. അതിൻ്റെ ഫാസറ്റ് ജോയിൻറ്റിനുള്ളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചെക്ഷൻസ്, അതുപോലെ ഫാസറ്റ് ജോയിൻറ്റിനെ സപ്ലൈ ചെയ്യുന്ന നാഡികളുടെ മീഡിയൻ ബ്രാഞ്ച് ബ്ലോക്കുകളുണ്ട്. അപ്പം അത് ഓരോ പേഷ്യൻ്റിൻ്റെയും പെയിൻ്റെ ജനറേറ്റർ കണ്ടിട്ടാണ്, അതായത് എവിടെ നിന്നാണ് ഈ വേദന വരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. അല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം, അതായത് പെയിൻ ജനറേറ്റർ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് അതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും നമ്മൾ ചില കേസുകളിൽ നിന്ന് ഡയറക്റ്റ് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടാവും. പേഷ്യൻറ്റിനെ കണ്ട് ഹിസ്റ്ററി എടുത്ത് അല്ലെങ്കിൽ എക്സ്റേ MRI ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ചില കേസുകളിൽ നമുക്ക് ഇതിലൊന്നും കിട്ടില്ല. കാരണം വെച്ചാൽ ഫാസറ്റിൻ്റെ പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ SI ജോയിൻ്റെ പെയിൻ ആണെങ്കിലും എക്സ്റേയിൽ MRI ഒന്നും കാണാനുണ്ടാവില്ല. ആളെ പരിശോധിക്കുമ്പോൾ നമുക്ക് സംശയം ഇതാണെന്നുള്ള സംശയമുണ്ട്. അപ്പോൾ ഇത് കൺഫേം ചെയ്യാനൊരു വഴി വേണമല്ലോ. MRI നോർമലായിരിക്കും, ഈ ഫാസറ്റിൻ്റെ പെയിനും SI ജോയിൻ്റെ പെയിനും മിക്ക MRI റിപ്പോർട്ട്സിലും നോർമലായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും അതിന് ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്, നമ്മളെ കയ്യിലുള്ള ഒരു എക്സ്ട്രാ ഉള്ള ഒരു ആയുധം അതാണ്, അതായത് ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് എന്ന് പറയും. അതായത് നമുക്ക് എവിടെയാണോ സംശയം, നമ്മൾ വിചാരിക്കണം L3 L4 ഫാസറ്റാണ് നമുക്ക് ഇയാൾക്ക് പെയിൻ ഉണ്ടാക്കുന്നത് നമുക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നമുക്ക് നേരിട്ട് എക്സ്റേ ഗൈഡൻസിൽ ഒരു ലോക്കൽ അനസ്തെറ്റിക്, അതായത് തരിപ്പിക്കുന്ന മരുന്ന് കൊടുക്കുക. അപ്പോൾ ആളുടെ പെയിന് കൃത്യമായിട്ടൊന്ന് അസസ് ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് പെയിൻ മാറുന്നുണ്ടെങ്കിൽ 80% റിലീഫ് ഉണ്ടെങ്കിൽ അത് അവിടെയാണ് പെയിൻ സോഴ്സ് നമുക്ക് കൺഫേം ആക്കാൻ പറ്റും. അതിനുശേഷം അവിടെ അത് പെയിന് ലോങ് ടേം ആയിട്ട് മാറ്റുന്ന രീതിയിലുള്ള റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് പോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എപ്പോഴും നമ്മളെ കയ്യിൽ ഇപ്പോൾ പെയിൻ മെഡിസിൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റിയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ ഉള്ള ഒരു ആയുധമാണ്. അതായത് മറ്റുള്ള ടെസ്റ്റുകളിൽ കിട്ടാത്ത പല പെയിനിൻ്റെ സോഴ്സും നമുക്ക് ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് വെച്ച് കണ്ടുപിടിക്കാനും അതിന് ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ ഇത്രയും പെയിൻ പ്രൊസീജിയേഴ്സിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ പേഷ്യൻസൊക്കെ കേൾക്കുമ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ
വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇത് നട്ടലിനുള്ള ഇഞ്ചക്ഷനുകളാണ്. അപ്പോൾ നമ്മൾ ഇത് അനസ്തീസിയ സപ്പോർട്ടോട് കൂടിയാണോ ചെയ്യുന്നതെന്നുള്ളതൊരു ചോദ്യം. രണ്ടാമത്, എത്ര ദിവസം നമ്മൾ അഡ്മിറ്റ് ചെയ്യണം, ഹോസ്പിറ്റലിൽ എത്ര ദിവസം അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളത് അടുത്ത ചോദ്യം. പെയിൻ മെഡിസിനിൽ, അതായത് ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിനിൽ ഒരു 95% പ്രൊസീജിയേഴ്സും 99% പ്രൊസീജിയേഴ്സും OP ബേസിസിലാണ്. അതായത് നമുക്ക് രാവിലെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ചില കേസുകൾ അരമണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാം. ചിലത് നമുക്ക് ഹാഫ് ഡേ വേണ്ടി വരും. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ റൂട്ട് ബ്ലോക്ക്, ട്രാൻസ്ഫറാമൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുന്ന ആ റൂട്ട് ബ്ലോക്കിന് നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്തിട്ട് പോകാൻ പറ്റും. വാക്കിംഗ് ആയിട്ട് തന്നെ പോകാൻ പറ്റും. ഒരു ബൈസ്റ്റാൻഡർ വേണമെന്നേ ഉള്ളൂ. പിന്നെ ചില പ്രൊസീജിയേഴ്സിന് ഇപ്പം പറഞ്ഞ ഫാസറ്റ് ജോയിൻറ്റ് ഇഞ്ചക്ഷൻ, അതൊരു ഹാഫ് ആൻ അവറിൽ പോലും വേണ്ട. അപ്പം അതൊന്നും അനസ്തേഷ്യ ആ ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ധരിപ്പിച്ച് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സാണ്. GAയുടെ ആവശ്യമില്ല, ജനറൽ അനസ്തേഷ്യയുടെ ആവശ്യമില്ല, മൊത്തമായിട്ട് മയക്കേണ്ട ആവശ്യമില്ല, IP ആവശ്യമില്ല. തീർത്തും നമുക്ക് അൾട്രാസൗണ്ടിൻ്റെയും എക്സ്റേയുടെ ഗൈഡൻസിൽ ചെയ്യുന്നതാണ്. സൈഡ് എഫക്ട്സേ ഇല്ല. ഇതാണ് ഇൻ്റർനാഷണൽ പെയിൻ മെഡിസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതാണ് ഡേ കെയർ ആയിട്ട് ചെയ്തു പോകാം, സെയിം ഡേ തന്നെ വീട്ടിൽ പോകാം. അപ്പോൾ എവിടെ മയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് വീട്ടിൽ വലിയ റെസ്റ്റും ആവശ്യമില്ല. ചെയ്ത് കഴിഞ്ഞാൽ 2-3 റെസ്റ്റും കഴിഞ്ഞാൽ അവർക്ക് നോർമൽ ആക്ടിവിറ്റീസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ നമ്മൾ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സും ചെയ്യാറുണ്ട്. അതായത് മുട്ടിൻ്റെ തേയ്മാനത്തിനൊക്കെ PRP ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും പേഷ്യൻ്റ് ഇവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന ഇതൊരു റീജനറേറ്റീവ് മെഡിസിൻ സ്പൈനിൽ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ ബാക്ക് പെയിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്പൈനിൽ റീജനറേറ്റീവ് മെഡിസിനും നല്ല ഇപ്പോൾ ഇവോൾവ് ചെയ്തിട്ടുള്ളൊരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞു. തുടക്കത്തിൽ ഡിസ്കിൻ്റെ തേയ്മാനം, ആൻലാർ ടയർ ഉണ്ടാവും, ഡിസ്കിൻ്റെ തേയ്മാനം ഉണ്ടാവും, ബാക്ക് പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കാലിലേക്കൊന്നും പെയിൻ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇത് തേയ്മാനം മാറാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ പെയിന് മാറ്റിയാൽ പോരാ, എനിക്ക് തേയ്മാനം തന്നെ മാറണം, അവിടെയുള്ള ആൻലാർ ടയർ മാറണം, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലുള്ള ആൻസർ റീജനറേറ്റീവ് മെഡിസിനാണ്. അതായത് നമുക്കവിടെ PRP കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റെം സെൽസ്, BMAC പോലെയുള്ള സമയം നമ്മളെ ബോണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഫാറ്റിൽ നിന്ന് എടുക്കുന്ന സ്റ്റെം സെൽസ് ഉപയോഗിച്ച് നേരെ ആ ഡിസ്കിൻ്റെ ഉള്ളിൽ ആൻലാർ ടയറുള്ള ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് റീജനറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എപ്പോഴും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഏത് ഡിസ്കാണെന്ന് ആദ്യം അറിയണം. അപ്പോൾ എവിടെയാണ് പെയിൻ ഉള്ളത് നമ്മൾ ആ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും, നേരത്തെ പറഞ്ഞ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് പോലെ. അപ്പോൾ അത് കൊടുത്തിട്ട് അവർക്ക് പെയിൻ കംപ്ലീറ്റ് മാറുന്നുണ്ടെങ്കിൽ ആ ഡിസ്ക് തന്നെയാണെന്ന് കൺഫേം ആയി. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഈ ഒരു റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആ ഡിസ്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ബേസിക്കലി അവിടെയുള്ള ഒരു റൂട്ട് കോസ്, അതായത് നമ്മൾ ആ ഒരു എന്താണോ അത് ഒറിജിനേറ്റ് ചെയ്യുന്ന തേയ്മാനം, അത് നമുക്ക് എന്താ ചെയ്യും, റിസോൾവ് ചെയ്ത് കിട്ടും, റീജനറേറ്റ് ചെയ്ത് കിട്ടും. അത് അങ്ങനെ ഒരു ഓപ്ഷൻ എപ്പോഴും ബാക്ക് പെയിനിലും കൂടി ഉണ്ട്. അപ്പോൾ അത് അഡ്വാൻസ്ഡ് ആണ്, ലേറ്റസ്റ്റ് വേർഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ആരും കേൾവി ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇപ്പോൾ നല്ലപോലെ റീജനറേറ്റീവ് മെഡിസിൻ ബാക്ക് പെയിനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ സംഭവങ്ങൾ സ്റ്റെം സെൽസും അതുപോലെ തന്നെ PRP നമുക്ക് ഈ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തത്, ഏതൊരു സർജറി ആണെങ്കിലും നമ്മൾ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ, ആസ്പിരിൻ, ക്ലോപ്പിലെറ്റ് ഒക്കെ 3 മുതൽ 5 ദിവസം വരെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക. അപ്പോൾ ഇതിലും ഈ ഡേ കെയർ പ്രൊസീജിയറിനും ആസ്പിരിനൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ, ക്ലോപ്പിഡോഗ്രൽ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ? എല്ലാത്തിലും വേണ്ട. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ റൂട്ട് ബ്ലോക്ക് കൊടുക്കുന്നു, ട്രാൻസ്ഫറാമൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കോഡൽ എപ്പിഡ്യൂറൽ കൊടുക്കുക. അതായത് നമ്മളെ നട്ടലിന് ചുറ്റുമുള്ള ഒരു സ്പേസാണ് എപ്പിഡ്യൂറൽ സ്പേസ്. അതിന് പുറത്തേക്ക് വരുന്ന നെർവ് റൂട്ട്സ് ആണ് നമ്മൾ ടാർഗറ്റ്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് സ്പേസാണ്. അതായത് അവിടെ എന്തെങ്കിലും ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് ആ ബ്ലഡ് പുറത്തോട്ട് പോകാൻ വഴികളില്ല. അപ്പോൾ അങ്ങനത്തെ ഇഞ്ചക്ഷൻസിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് സ്റ്റോപ്പ് ചെയ്യണം. അതായത് ക്ലോപ്ലെറ്റ് ആണെങ്കിൽ 7 days, എക്കോസ്പിരിൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 days നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട്. പക്ഷേ ഈ പറഞ്ഞ മയോഫേഷ്യൽ ഡ്രൈ നീഡ്ലിങ്ങിനോ അല്ലെങ്കിൽ ഫാസറ്റിൻ്റെ ഇഞ്ചക്ഷനോ SI ജോയിൻറ്റ് ഇഞ്ചക്ഷനോ ഒന്നും ഈ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. അതൊക്കെ വെച്ചാൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാലും ഡിസ്പേഴ്സ് ചെയ്ത് പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിന് മാത്രം അത് ഡോക്ടർ കൃത്യമായി പറഞ്ഞു തരും ഏതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വന്നാൽ റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യത്തിൽ സ്റ്റോപ്പ് ചെയ്താണ് നല്ലത്, ഐഡിയൽ. അതല്ലാത്ത കാര്യങ്ങളിൽ നമുക്കത് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ചെറിയ നീഡിൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ അത് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. ചില പേഷ്യൻസ് വരും, നാളെ ഗൾഫ് പോവാണ്, അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് പ്രൊസീജിയർ ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വരും. എന്താണ് എങ്ങനെ ഡേ കെയർ പ്രൊസീജിയേഴ്സ്? അവർക്ക് റെസ്റ്റ് വേണോ, അതോ നമുക്ക് നാളെ ഗൾഫ് പോകുന്ന ആളുകൾക്ക് ഇന്ന് ചെയ്ത് കൊടുത്തിട്ട് വീട്ടിലേക്ക് വിടാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും ശരിക്കും. ചെയ്യുന്നതിന് കുഴപ്പമില്ല. യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ പറഞ്ഞാൽ ഒരു 2-3 days റെസ്റ്റ് പറയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ, ഒരു സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് വരാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 3 to 5 days ആണ്. നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്ത് അന്നേരം തന്നെ പെയിന് മാറില്ല. അപ്പോൾ ലോക്കൽ അനസ്തെറ്റിക് ഇഫക്റ്റ് കഴിയുമ്പോൾ പെയിന് ഒരു 2-3 ദിവസത്തെ കുറച്ച് പെയിൻ ഉണ്ടാവും. കാരണം ഈ സ്റ്റിറോയിഡിൻ്റെ ഇഫക്റ്റ് ടേക്ക് ഓവർ ചെയ്യാൻ ഒരു 3-4 ദിവസം എടുക്കും. അപ്പോൾ 5 ദിവസം ആകുമ്പോഴാണ് അവർക്ക് അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമേ അതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ. അല്ലാതെ ഇവർ ഇന്ന് ചെയ്ത് നാളെ പോകുന്നതിന് കുഴപ്പമില്ല, അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ
വേണമെങ്കിൽ ചെയ്യാം അവർക്ക്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത് ഇപ്പോൾ ഗൾഫിലേക്ക് പോവുകയാണ്, നാളെ ഗൾഫിലേക്ക് പോവുകയാണ്, നാളെ ഗൾഫിൽ പോയിട്ട് 2 ദിവസം അവർക്ക് ജോലിക്ക് പോകുന്നതിന് മുന്നേ റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അപ്പോഴത്തേക്ക് അവരുടെ ഈ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് വരും. അതാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ റെസ്റ്റ് എടുത്ത് വീട്ടിൽ കംപ്ലീറ്റ് കിടക്കണം എന്നുള്ള ഒരു ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ല? പിന്നെ അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുണ്ടാകും. ഒരു ഓഫീസിൽ ഒരു സെഡൻറ്ററി ആയിട്ട് ഇരിക്കേണ്ട ഒരാളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പോവാം. പക്ഷെ അവിടെ പോയിട്ടൊരു അധ്വാനിക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ചെയ്ത പ്രൊസീജിയേഴ്സും പിന്നെ റെസ്റ്റും ഒന്നും കിട്ടാണ്ടാകുമ്പോൾ ഓൾറെഡി ഉള്ള വേദന മാറുന്നുമില്ല, ഉള്ളത് അധികമാവുകയും ചെയ്യും. അപ്പോൾ അതൊരു ഓരോരുത്തരുടെയും അവരുടെ ഹിസ്റ്ററി ഒക്കെ അനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി ചില കേസുകളിൽ നമ്മൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ആണല്ലോ വെക്കുക. സ്റ്റിറോയിഡിന് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് സ്റ്റിറോയിഡ് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും, അല്ലെങ്കിൽ ഷുഗർ ഭയങ്കര ഷൂട്ടപ്പ് ചെയ്യും. ചിലപ്പോൾ 300-400 ഒക്കെ ഉള്ള ഷുഗേഴ്സുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഡോസ് ഓഫ് സ്റ്റിറോയിഡ് വെച്ചതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഈ പറയുന്ന പോലെ വെയിറ്റ് ഗെയിനോ ഷുഗർ കൂടുന്നതോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമോ, അങ്ങനെ സാധ്യതകളുണ്ടോ? അതിൽ നമുക്ക് ഈ സ്റ്റിറോയിഡിനെ കുറിച്ച് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നതാണ്. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ വളരെ നമ്മൾ കഴിയുന്ന സ്റ്റിറോയിഡ് ഒഴിവാക്കാനാണ് നോക്കുക. പക്ഷേ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ നെർവ് റൂട്ട് ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും സ്റ്റിറോയിഡ് ആവശ്യം വരും. ചില കേസിൽ ഇൻഫ്ലമേഷൻ അത് പോകുകയാണെങ്കിൽ സ്റ്റിറോയിഡ് ആവശ്യം വരും. പക്ഷേ അതിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടാബ്ലറ്റ് സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ നമ്മൾ വലിയ ഡോസിലുള്ള സ്റ്റിറോയിഡ് കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോഴേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഇത് നമ്മൾ നേരിട്ട് എവിടെയാണോ ഏത് നെർവാണോ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള അവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മിനിമൽ ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സേ നമുക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ശരീരത്തിന് മൊത്തത്തിൽ സൈഡ് എഫക്റ്റ് വരാൻ മാത്രമല്ല അല്ലെങ്കിൽ ലോങ് ടേം പ്രശ്നം വരുന്ന രീതിയിലുള്ള ഡോസിൽ നമ്മൾ സ്റ്റിറോയിഡ് കൊടുക്കുന്നില്ല. വളരെ ചെറിയ 10 mg 20 mg അത്ര ഒരു നെർവ് റൂട്ടിൽ നമ്മൾ അത്രേ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ഡോസ് ആയതുകൊണ്ട് തന്നെ അതൊരു സിസ്റ്റമിക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ വെയിറ്റ് ഗെയിനോ അല്ലെങ്കിൽ എല്ലിന് ബലം കുറയുക അത്തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിറോയിഡ് കുറേ കാലം കഴിക്കുമ്പോഴാണ്. ഇല്ല, വായിലൂടെ കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ശരീരത്തിന് എല്ലാ ഭാഗത്തും ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു 10-5% മാത്രമേ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ല ഇപ്പോൾ പറഞ്ഞ പോലെ ടാർഗറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ അവിടെ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. സിസ്റ്റമിക് അബ്സോർപ്ഷൻ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി പിന്നെ ഓൾറെഡി ഇവർ ഓറൽ സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്ത് മാറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും മിക്ക പേഷ്യൻസും വരുന്നത്. ഒരു ഓറൽ മെഡിക്കേഷൻ അപേക്ഷിച്ച് നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നതിനാണ് സേഫ് ആണ് നമുക്ക് പറയാം. ടാബ്ലറ്റ് കഴിക്കുന്നതിനാണ് സേഫാണ് ശരിക്കും ഡയറക്റ്റായിട്ട് അവിടെ കൊടുക്കുന്നത്. സെക്കൻഡ് സൈഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഷുഗർ അൺകൺട്രോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും സ്റ്റിറോയിഡ് എന്ത് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഷുഗർ കൺട്രോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 200 താഴെ ഭക്ഷണം കഴിച്ചതിന് ശേഷവും 150 താഴെ ഫാസ്റ്റിങ്ങിലും ഷുഗറുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഇൻ്റർവെൻഷൻ എല്ലാം ചെയ്യുള്ളൂ. അതായത് ഏത് നീഡിൽ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഷുഗർ കൺട്രോൾ ആയാലേ ചെയ്യുള്ളൂ. അത് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇൻഫെക്ഷനൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഈ ഒരു അൺയൂഷ്വലായിട്ട് നമ്മൾ കാണുന്ന ഒരു സൈഡ് എഫക്റ്റ് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ അതൊരു യങ് ലേഡീസിനാണെങ്കിൽ, അപ്പോൾ ഒരു 30-40 വയസ്സുള്ള സ്ത്രീകളിൽ ചെയ്യുകയാണെങ്കിൽ, റീപ്രൊഡക്റ്റീവ് ഏജുള്ള സ്ത്രീകളിൽ ചെയ്യാൻ ചിലപ്പോൾ ഒരു മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് കാണാറുണ്ട്. അതായത് ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മാസമോ ഒരു 3 മാസത്തേക്ക് ചിലപ്പോൾ എന്താവും, മെൻസസ് ഒന്നും തെറ്റാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നേരത്തെ വരിക, ചിലപ്പോൾ കൂടുതൽ ബ്ലീഡിങ് വരാം, അത്തരത്തിലുള്ള സാധ്യതകൾ കാണാറുണ്ട്. വളരെ എല്ലാവർക്കും കണ്ടാവില്ല, പക്ഷേ കുറച്ച് ആൾക്കാർ കാണാറുണ്ട്. പക്ഷേ അത് തനിയെ റിസോൾവ് ചെയ്യും. ഒരു 3 months കഴിഞ്ഞാൽ പൊതുവേ അത് കംപ്ലീറ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള സൈഡ് എഫക്റ്റ് കാണാറുണ്ട്. പിന്നെ വേറൊന്ന് ഉള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി അണ്ടർലൈങ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, ഇപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ ഒരാൾ വന്നു, പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റിൽ കുഴപ്പങ്ങളൊന്നുമില്ല, പിന്നെ നോക്കുമ്പോൾ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫ്ലെയറപ്പ് ചെയ്തു, ഭയങ്കര ശരീരവേദന, മുത്തവേദന, അങ്ങനെ ആൾക്ക് നോക്കുമ്പോൾ യൂറിനിൽ ചിലപ്പോൾ ചെറിയ പസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. അതായത് അതിനാണ് എന്ത് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ ബേസിക് റൂട്ടീനായിട്ട് ബ്ലഡ് കൗണ്ടും യൂറിനും നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർലൈങ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഇത് വളരെ ചിലവ് കൂടിയ പ്രൊസീജിയറാണോ ഒന്ന്? രണ്ടാമതായിട്ട് ഇത് ഒറ്റ പ്രൊസീജിയറിൽ നമുക്ക് തീർക്കാൻ കഴിയുന്ന പ്രൊസീജിയേഴ്സാണോ ഇത്? ഒറ്റ പ്രൊസീജിയർ കൊണ്ട് നട്ടെല്ല് വേദന പൂർണ്ണമായും മാറുമോ? അങ്ങനെ ഒരു ചോദ്യം ചില ആളുകൾ നമ്മൾ പ്രൊസീജിയറിന് മുമ്പ് ചോദിക്കാറുണ്ടല്ലോ, അതിനെ പറ്റിയൊന്നും. ഇതിൽ നമ്മളെ ഇൻ്റർവെൻഷൻസ് എല്ലാം പൊതുവേ റിലേറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവാണ്. അതായത് നമ്മൾ ഒരുപാട് ദിവസം കടന്നിട്ട് ചികിത്സയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് തിയേറ്റർ ചിലവ്, അത് ബേസിക്കലി ഈ പ്രൊസീജിയേഴ്സ് മിക്കതും ചെയ്യുക ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് എക്സ്റേ ഗൈഡൻസിലാണ് ചെയ്യുക. അപ്പോൾ ആ മെഡിസിനെക്കാട്ടും കൂടുതൽ ആ ഒരു ചിലവാണ്. അതായത് തിയേറ്ററിൻ്റെ ചാർജ്, ഒബ്സർവേഷൻ ചാർജ്, ഇഞ്ചക്ഷൻ്റെ ചാർജ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ചെറിയൊരു മിനിമം ഒരു സാധാരണ ഒരു 13 മുതൽ 15 വരെ 16 വരെ ആ റേഞ്ചിലുള്ള 13,000 അല്ല 16,000 വരെയുള്ള ഒരു ചിലവാണ് സാധാരണ രീതിയിൽ മിക്ക ഹോസ്പിറ്റലുകളിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ചിലതുണ്ടാവും റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിനൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു കൂടുതലുണ്ടാവും. അത്രയേ ഉള്ളൂ. ഇത് സിംഗിൾ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നട്ടലിൻ്റെ കാര്യത്തിൽ, നടുവേദനയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 1 ടൈം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇല്ല.
അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഉണ്ട് എൻ്റെ ഡിസ്ക് തള്ളിയാണ്, അത് ക്ലിയർ ചെയ്യണം എനിക്ക് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഈവൻ സർജറി ചെയ്താൽ പോലും നിങ്ങളിപ്പോൾ ഡിസ്ക് തള്ളി നെർവ് കംപ്രസ് ചെയ്യുന്നപ്പോൾ ഞാൻ സർജറി ചെയ്ത് അങ്ങ് ശരിയായി കളയാം എന്ന് വിചാരിച്ച് സർജറി ചെയ്താൽ പോലും 2-3 വർഷം കഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നം തുടങ്ങും. അപ്പോൾ ഒരിക്കലും ഡിസ്ക് ബൾജ് വന്ന ആൾക്കാർക്ക് ഒന്നുകിൽ അതേ ലെവലിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ലെവലിൽ പ്രശ്നം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും, അത് മെഡിസിൻ ആണെങ്കിലും ഇൻ്റർവെൻഷൻ ആണെങ്കിലും സർജറി ആണെങ്കിലും, നമ്മൾ അതിന് ശേഷം എന്തുകൊണ്ടാണോ ഇത് വന്നത് ആ ഒരു കാര്യം നമ്മൾ ടാക്കിൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം, പുറകിലൊരു കാരണം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിൻ്റെ സ്ട്രെങ്തനിങ് കാര്യങ്ങൾ റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ്, ഇപ്പോൾ ഒരു എക്സസൈസും ചെയ്യാതെ സെഡൻറ്ററി ലൈഫ് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്ത് നടക്കുന്ന, ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുകൊടുക്കണം. പിന്നെ അതിന് ശേഷം മുന്നോട്ടുള്ള കാര്യം ശ്രദ്ധ ഇല്ലെങ്കിൽ നമുക്ക് ഈ പെയിന് തിരിച്ചു വരും. അപ്പോൾ അല്ലാതെ നമുക്കിപ്പോൾ ഇഞ്ചക്ഷൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു കാലാകാലത്ത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 5 കൊല്ലം മുന്നേ ഡിസ്ക് പ്രൊലാപ്സ് ഇങ്ങനെ റാഡിക്കുലോപ്പതിയായിട്ട് വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത ആൾക്കാർ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ അത് ആ ഒരു ഇഞ്ചക്ഷൻ്റെ ഇതിനേക്കാൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മാറിയതല്ല, മാജിക് അല്ല അത്. ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന സമയം നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് അവിടെയുള്ള പ്രശ്നം മാറും. നമുക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഡിസ്ക് തള്ളി ആ നെർവിൻ്റെ ഭാഗത്ത് ഇൻഫ്ലമേഷൻ കാരണം ആ റാഡിക്കുലോപ്പതി വരുന്നതാണ്. അക്യൂട്ട് റാഡിക്കുലോപ്പതി തന്നെ അതാണ് സംഭവം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി അവിടെ നേരിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഇൻഫ്ലമേഷൻ മാറി, അവരുടെ പെയിൻ മാറി, അവിടെ ആ ഒരു സമയത്തുള്ള പ്രശ്നം അവിടെ അവർക്ക് മാറി. അതിനുശേഷം വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ വേറെ അതേ ലെവൽ അല്ലെങ്കിൽ വേറൊരു ലെവലിൽ വരും. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും ബാക്ക് പെയിനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഒരു 1 ടൈം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ബാക്ക് പെയിനിൽ ഒരിക്കലും നമ്മൾ അന്വേഷിച്ച് നടക്കരുത്. കാരണം ഇത് ചെയ്ത് കാലാകാലത്തേക്ക് ബാക്ക് പെയിൻ ആ ഒരു സംഭവം ഇല്ല. നേരെ മറിച്ച് നമുക്കത് ഇപ്പോഴുള്ള പ്രശ്നം റിസോൾവ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് വരുന്ന അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വരുന്ന രീതി പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഐഡിയലായിട്ട് നമ്മൾ ബാക്ക് പെയിന് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നു, ഇപ്പോൾ സാറ് പറയാണ് ഈ പേഷ്യൻറ്റ് ഞാൻ പ്രൊസീജിയർ ഒന്നും ചെയ്യൂല, ഇത് എൻ്റെ കയ്യിലല്ല, അല്ലെങ്കിൽ അത് സർജറി വേണം. അങ്ങനത്തെ കേസുകൾ ഡിഫറൻസ് ഏതൊക്കെ കേസുകളിലാണ് അങ്ങനെ സാറ് തൊടാത്തത്? അപ്പോൾ അത് നടുവേദനയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാകും. നമ്മളിപ്പോൾ പലപ്പോഴും സർജറി ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റാണ്, ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ ഉണ്ട്, അപ്പോൾ എന്നാൽ മൂപ്പരടുത്ത് പോയിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ചില കേസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡിസ്ക് തള്ളിയിട്ട് നമുക്ക് സ്പൈനൽ കനാൽ സ്റ്റിനോസിസ് എന്ന് പറയും. ആ ഡിസ്ക് തള്ളി ജോയിൻ്റ് തടിപ്പ് വന്ന് ആ ഞരമ്പിന് സ്ഥലമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അത് എത്രത്തോളം ആ സ്പൈനൽ കനാൽ ഞരമ്പ് പോകാനുള്ള സ്ഥലം എത്രത്തോളം ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അത് നമ്മളൊരു 7 മില്ലിമീറ്റർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന് സാധാരണ ഒരു 12 മുതൽ 15 മില്ലിമീറ്റർ വരെ ഉണ്ടാവും ലംബാക് ലെവലിൽ ആ ഒരു സ്ഥലം, ഞരമ്പിന് പോകാനുള്ള സ്ഥലം. അപ്പോൾ ആ ഒരു സ്ഥലം നമുക്ക് സ്പേസ് കുറഞ്ഞ് 7 മില്ലിമീറ്റർ താഴെ വരികയാണെങ്കിൽ അത് സർജറി ചെയ്യേണ്ട കേസാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ഇൻ്റർവെൻഷൻ ഇപ്പോൾ ഒരു 6 മില്ലിമീറ്റർ 5 മില്ലിമീറ്റർ ആൾ വന്നിട്ട് എനിക്കിത് ഓപ്പറേഷനിലാണ്ട് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ എനിക്കെന്നല്ല ആർക്കും നടക്കില്ല. അപ്പോൾ അത് അങ്ങനത്തെ കേസിൽ സർജറി ചെയ്യേണ്ട കേസാണ്. അപ്പോൾ അതാണ് അതിനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലിസ്തസിസ് പറയും, അതായത് എല്ല് നീങ്ങിപ്പോയി, ഇപ്പോൾ പരിക്ക് പറ്റി എല്ല് നീങ്ങിപ്പോയതാണ്, ഡിസ്ക് അല്ല എല്ല് തന്നെ നീങ്ങിപ്പോയതാണ് ലിസ്തസിസ്. അത് ഗ്രേഡ് 1 ആണെങ്കിൽ നമുക്ക് സർജറി ഇല്ല. സ്റ്റേബിൾ ആണെങ്കിൽ, സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസ്തസിലുള്ള ആൾക്കാർക്ക് നമ്മൾ മുന്നോട്ടും ബാക്കോട്ടും വളഞ്ഞിട്ടുള്ള എക്സ്റേ എടുക്കും. അപ്പോൾ ആ 2 എക്സ്റേയിൽ 2 പൊസിഷനിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അൺസ്റ്റേബിൾ ആണെന്നാണ്. അപ്പോൾ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അയാൾ എണീറ്റ് നിൽക്കുമ്പോഴും എല്ല് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ അല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്താൽ മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടോ എക്സസൈസ് ചെയ്തുകൊണ്ടോ ഒന്നും അത് ശരിയാകാൻ പോകുന്നില്ല. അപ്പോൾ അത് സർജറി ചെയ്യേണ്ട കേസാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോഡായിക്കുന സിൻഡ്രോം, അതായത് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ വയറ്റുന്ന മൂത്രമൊക്കെ അറിയാതെ പോകുന്നുണ്ട്, കാലിനൊക്കെ വീക്ക്നെസ്, പ്രോഗ്രസീവായിട്ട് വീക്ക്നെസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരുന്ന ആൾക്കാർ നമ്മൾ വെച്ചിരിക്കാനേ പാടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സർജറി ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇൻ്റർവെൻഷനിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റിലേക്കോ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വേറെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കും പോകാൻ പാടില്ല. ഇമ്മീഡിയറ്റ്ലി സർജറി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ റെഡി ആവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഈ വെച്ചിരുന്നു കൊണ്ടത് ബാഡ്. കുറച്ച് കഴിയുന്നത് എന്താ പ്രശ്നം വെച്ചാൽ ഇതൊക്കെ വെച്ചിട്ട് അന്നേരം നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് തേടി ഇങ്ങനെ നടക്കും. ഇത് ശരിയാക്കാം, അവിടെ പോയാൽ ശരിയാവും, ഇവിടെ പോയാൽ ശരിയാവും, അങ്ങനെ പല സ്ഥലത്ത് പോയി ലാസ്റ്റ് ഒരു 2-3 മാസം കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നും ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് സർജറി ചെയ്യും, കാര്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഡാമേജ് ആയിപ്പോയിട്ടുണ്ടാവും. അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ. അതാണ് ഇപ്പോൾ നെർവിന് ഡാമേജ് വരും എന്ന് തോന്നുന്ന കേസുകളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അല്ലാത്ത കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ, വേറെ നെർവിന് കംപ്രഷനോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ നമുക്ക് എത്ര കാലം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മളവിടെ ആ ഒരു അത് കൃത്യമായിട്ട് നമ്മൾ അസസ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഈ പെയിൻ മെഡിസിൻ്റെ ഒരു ഗുണം അതാണ്, നമ്മളിപ്പോൾ വെറുതെ ഒരു എല്ലാവർക്കും പിടിച്ച് നമ്മളൊരു ഇൻ്റർവെൻഷൻ ചെയ്യുക ആ രീതിയിലല്ല. നമ്മളിപ്പോൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ ആയിട്ട് രോഗിക്ക് നമ്മൾ അസസ് ചെയ്തിട്ട് അവരെ പെയിൻ ജനറേറ്റർ കണ്ടുപിടിക്കണം, ഏത് സ്റ്റേജിലാണ് അവരുടെ അവസ്ഥ എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് നമ്മൾ ഇൻ്റർവെൻഷനിലൂടെ മാറുമില്ല എന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിലുള്ള ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ. അപ്പോൾ നേരെ മറിച്ച് അവർക്ക് വേണ്ടത് സർജറി ആണെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കും.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്, ചിലപ്പോൾ സൈക്കോളജിക്കലായിരിക്കും. അതുകൊണ്ട് ഇതിൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വീട്ടിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കും ബാക്ക് പെയിൻ വരുന്നത്. അപ്പോൾ വീട്ടിലുള്ള പല കോൺഫ്ലിക്ട്സ് കാരണം ചിലപ്പോൾ അമ്മായിയമ്മയായിട്ടുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടുള്ള പ്രശ്നമായിരിക്കും, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. ആ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, സ്ട്രെസ്സ് കാരണം അവർക്ക് ബാക്ക് പെയിൻ വരും. അത് ബോഡിയിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ബാക്ക് പെയിൻ ആയിട്ടാണ്. അവർ അറിഞ്ഞോളുന്നില്ല. അത് അവരുടെ പ്രശ്നങ്ങളായിരിക്കും, ഈ വീട്ടിലുള്ള പല പ്രശ്നങ്ങളായിരിക്കും അവർക്ക് ഈ ബാക്ക് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ നിങ്ങളെ ബാക്ക് പെയിന് ഡിസ്ക് ബൾജ് അല്ല, അല്ലെങ്കിൽ വേറെ നെർവിൻ്റെ ഒരു സ്ട്രക്ചറൽ പ്രശ്നം കൊണ്ടുള്ള പെയിൻ അല്ല, നിങ്ങൾക്ക് പ്രശ്നം ഇതാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടത് സൈക്കോളജിക്കൽ എവാലുവേഷനും അതിനുള്ള ട്രീറ്റ്മെൻറ്റും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൽ പ്രധാനമായിട്ട്. അപ്പോൾ ബാക്ക് പെയിൻ എന്താണ് സോഴ്സ് ഓഫ് പെയിൻ എന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഏറ്റവും ഐഡിയൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് അഡ്വൈസ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക, അല്ലാതെ മറ്റുള്ള സ്പെഷ്യാലിറ്റി ഇപ്പോൾ ചിലപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി വേണ്ടി വരും. അപ്പോൾ നടുവേദനേൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു കൃത്യമായിട്ടുള്ളൊരു അസസ്മെൻറ്റ്. പലപ്പോഴും ഒരുപാട് കാലമായിട്ട് നടുവേദനയായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നടുവേദന കൊണ്ട് പേടിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും. എൻ്റെ നടുവേദന ഭയങ്കര ഭീകര നടുവേദന. അപ്പോൾ പലപ്പോഴും അങ്ങനെയുണ്ട് ഒരുപാട് ആൾക്കാർ. അതായത് നമ്മൾ ഡിസ്ക് എപ്പോഴെങ്കിലും ഒരിക്കലും MRI ഡിസ്ക് ബൾജാണ്. അപ്പോൾ ആ ഡിസ്ക് ബൾജ് എന്നുള്ള പേര് വെച്ചിട്ട് ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബേസിക്കലി അവർക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ഡിസ്ക് ബൾജ് ഉണ്ടാവുള്ളൂ, ഒരു സ്വന്തം സിമ്പിളായിട്ടുള്ള എക്സസൈസ് ചെയ്താൽ മാറുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ അവർക്ക് കാര്യമായിട്ട് പെയിൻ ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള സ്ട്രെസ് ആയിരിക്കും കൂടുതൽ. അതായത് എൻ്റെ ഡിസ്ക് ബൾജാണല്ലോ, അതെങ്ങനെ ശരിയാക്കും. പലപ്പോഴും ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നതാണ്, എൻ്റെ ഡിസ്ക് അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് ആക്കണം. എല്ലാവർക്കും വേണ്ട അതാണ്, നമുക്ക് തള്ളിയ സാധനം തിരിച്ച് പഴയ പൊസിഷനിലേക്ക് എത്തണം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും സ്ട്രെസ് അടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഡിസ്ക് ഒരിക്കൽ തള്ളിയതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരിക്കലും ബൾജ് വന്നാൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അത് അവർക്ക് മാത്രമല്ല, നമ്മളൊരു 100 പേരെ MRI എടുത്ത്, നടുവേദന ഇല്ലാത്ത 100 പേരെ MRI എടുത്ത് അതിൽ 50% ആൾക്കാർക്ക് ഡിസ്ക് ബൾജ് ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കോമൺ ആയിട്ടുള്ള സംഭവമാണ്. അത് നമുക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ നോർമൽ ലെവലിൽ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ബോഡീനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും നോക്കേണ്ട കാര്യം. നമ്മളെ പെയിന് മാറ്റുക, നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, നമ്മളെ ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുക, നമ്മൾ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് ആസ് ഏർലി ആസ് പോസിബിൾ തിരിച്ചു വരിക. അതാണ് എപ്പോഴും നമ്മളെ ഗോൾ ബാക്ക് പെയിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പറയാനുള്ളത്, നമ്മൾ ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ബാക്ക് പെയിന് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്ക് പെയിൻ വരുമ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക, വേണ്ട ചികിത്സ ചെയ്യുക, ടെൻഷൻ ഒഴിവാക്കുക. വേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകാതെ നമുക്ക് നമ്മുടെ ഡിസ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും.